السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ സ്നേഹാദരണീയരായ രക്ഷിതാക്കളെ, പ്രിയ സുഹൃത്തുക്കളെ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷമുള്ള ഒരു സംഗമമാണ്. ജീവിതത്തിൽ ഏറ്റവും മൂല്യമുള്ളത് എന്ത് എന്ന് ചോദിച്ചാൽ ആദർശവും ആദർശരംഗത്തുള്ള കുടുംബവുമാണ്. ചില സന്ദർഭങ്ങളിൽ അതിന് രക്തബന്ധത്തെക്കാൾ പവിത്രതയും അതിനേക്കാൾ ആത്മാർത്ഥതയും ഉണ്ടാകും. റഹ്മാനായ റബ്ബ് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഇങ്ങനെ ഒരുമിച്ച് കൂടുവാനും സന്തോഷിക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ്. നമുക്ക് ചെയ്യുവാനുള്ള ഒരു കാര്യം, ഇസ്ലാം ഏറ്റവും പവിത്രമാണ്. മുസ്ലിമീങ്ങൾ ആദർശ പവിത്രത ഉള്ളവരാണ് എങ്കിൽ അവർ സഹായിക്കപ്പെടുന്നവരും ആണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിനെയും അനുകൂലമാക്കി നമ്മെ സഹായിക്കുമാറാവട്ടെ. ഈ ഒരു സന്ദർഭത്തിൽ എന്നോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. ആ കാര്യങ്ങളൊന്ന് ഉറക്കെ സംസാരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. സഹോദരങ്ങളെ, ജീവിതം എന്തിന് എന്നൊരു ചോദ്യം സ്വയം ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ചില ഉത്തരങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ പറ്റും. നാം നമ്മുടെ സ്വന്തത്തോട് ചോദിച്ചാൽ ഉണ്ടാകുന്ന ചില ഉത്തരങ്ങളുണ്ട്. അതൊരു 5 എണ്ണമായി നമുക്കൊന്ന് നിജപ്പെടുത്തി സംസാരിച്ചാൽ, ഒന്ന്, നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. വിവിധങ്ങളായ പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അതൊരു പരീക്ഷണമാണ്. ആ പരീക്ഷണത്തെ അതിജീവിക്കുവാനുള്ള പരിഹാരം, അള്ളാഹുവിൻ്റെ തൃപ്തിയോടുകൂടി ഒരു പരീക്ഷണത്തെ അതിജീവിക്കുവാനുള്ള തൗഫീഖ്, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും പ്രാർത്ഥനയുമാണ്. നിങ്ങൾ ഇവിടെ എന്തിനു വന്നു? അത് ഒരു ഉപജീവന മാർഗം തേടിക്കൊണ്ടാണ്. ഇതിനേക്കാൾ പ്രിയപ്പെട്ടത് നമുക്ക് നമ്മുടെ നാട്ടിലുണ്ട്. ബന്ധങ്ങളായി, ജന്മനാടായി, ബാല്യകാലത്തെ സുന്ദരമായ സ്വപ്നങ്ങളായി, നാം ഉറക്കമില്ലാതെ കിടക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന നമ്മുടെ ഗ്രാമവും നമ്മുടെ നാടുമുണ്ട്. അത് മാറ്റിവെച്ച് ഇവിടെ വന്നത് ഒരു ഉപജീവനം തേടിക്കൊണ്ടാണ്. അത് ഏറ്റവും ഹൈറായതായിരിക്കണം, ഹലാലിൻ്റെതായിരിക്കണം എന്നത് നമ്മുടെ രണ്ടാമത്തെ ഒരു ആഗ്രഹമാണ്. മൂന്നാമത്, സ്വാഭാവികമായി നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ സത്യവും അസത്യവും ഇടകലർന്നുകൊണ്ടാണ് നാം കേൾക്കാറുള്ളത്.
അതിൽ സത്യത്തിന്റെ ആകണം എന്നാഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല. പക്ഷേ സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളത് ഒരു വലിയ തൗഫീഖാണ്. ശിർക്ക് ചെയ്യുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ, ജാറത്തിൽ പോകുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ തൻ്റെ ജീവിതത്തിൽ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് തന്നെ സഹായിക്കാൻ കഴിയുന്നവർ ഉണ്ട് എന്ന് അള്ളാഹ് എന്ന് വിളിക്കുന്നതോടൊപ്പം വിളിക്കുന്ന ആളുകൾ, അവർക്ക് സത്യവും അസത്യവും വിശ്വാസരംഗത്ത് വേർതിരിച്ചു മനസ്സിലാക്കാൻ കഴിയാതെ പോയവരാണ്. എന്നാൽ നമുക്കത് അള്ളാഹു തൗഫീഖ് ചെയ്തുകൊണ്ട് ശരിക്കും ബോധ്യപ്പെട്ടു. മൻ തഅല്ലക തമീമത്തൻ ഫഖദ് അശ്റക. ഈ ഹദീസ് നമ്മുടെ ജീവിതത്തിൽ പാലിച്ചപ്പോഴാണ് നമ്മുടെ അരക്കെട്ടിൽ നിന്ന് ഐക്കല്ലുകൾ അപ്രത്യക്ഷമായത്. വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരാണോ ഷിർക്ക് ചെയ്തത് അവന് സ്വർഗം നിഷിദ്ധമായി. നാം ബദറും ഉഹുദും അതുപോലെ പ്രവാചകന്റെ ഖബറിടവും കണ്ടപ്പോഴും അവിടെ അവർക്ക് സലാം പറയുക മാത്രമാണ് നാം ചെയ്തത്. അവിടെ അല്ലാഹുവേ എന്ന വിളി മാത്രമാണ് നമ്മിൽ നിന്നുണ്ടായത്. ഇത് സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ളൊരു തൗഫീഖാണ്. ഇത് ലഭിക്കണം എന്ന് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നു. മറ്റൊന്ന് സഹോദരങ്ങളെ, പാപമോചനമാണ്. ജീവിതത്തിൽ ഒന്ന് കണ്ണടച്ച് ഒന്ന് പിന്നിലേക്ക് സഞ്ചരിച്ചാൽ നമുക്കൊക്കെ ഒരു ജാഹിലിയത്ത് നമ്മെ വേദനിപ്പിക്കുന്നത് കടന്നു വരും. കൗമാരമിട്ടപ്പോൾ, യുവത്വത്തിലേക്ക് കാലെടുത്തു വച്ചപ്പോൾ, വിവാഹത്തിന് മുൻപ്, ജോലി ലഭിക്കുന്നതിന് മുൻപ്, ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങൾ നാം കടന്നു വന്നതൊന്ന് ആ റിവേഴ്സ് ഗിയറിൽ ഒന്ന് സഞ്ചരിച്ചാൽ ഓരോ പോയിന്റിലും നമ്മളുണ്ടാകും. അതാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മൾ പഠിപ്പിച്ചത്. തെറ്റുകുറ്റങ്ങൾ ഓർത്തെടുക്കണം. എന്തിനെന്നറിയുമോ? മനസ്സറിഞ്ഞ് പശ്ചാത്തലിക്കാൻ, ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് ആണയിട്ട് സമ്മതിക്കാൻ, ഇനി ചെയ്യില്ലെന്ന് ഉറക്കെ പറയാൻ. തൗബയും ഇസ്തിഗ്ഫാറും റമദാനിൽ നാം ഏറെ കേട്ടതാണ്. ആ പാപമോചനം ലഭിക്കുക എന്നത് ജീവിതത്തിന്റെ വലിയ സ്വപ്നമാണ്. അഞ്ചാമതൊരു കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ നിന്ന് 3 കഷ്ണം തുണിയിൽ നമ്മൾ മടക്കപ്പെടുന്ന ഒന്നുണ്ട്. അവിടെ എന്തെല്ലാം സമ്പാദ്യങ്ങളുണ്ടോ അതെല്ലാം ഉപേക്ഷിക്കപ്പെട്ട് അതിനൊക്കെ അനന്തരാവകാശികൾ ഉണ്ടായി ഞാനും നിങ്ങളുമൊക്കെ തിരിച്ചു നടക്കുന്ന, 2 കൈകളും പാർശ്വഭാഗത്തേക്ക് ചേർത്ത് വെച്ച്, 2 തള്ളവിരലുകൾ ചേർത്ത് വെച്ച് കണ്ണുകൾ അടച്ചു കെട്ടി നമുക്കൊരു യാത്രയുണ്ട്. ആ യാത്ര എവിടെത്തണം? സ്വർഗത്തിലെത്തണം. ഇത് നമ്മുടെ ജീവിതത്തിന്റെ വലിയ സ്വപ്നമാണ്. ഈ സ്വപ്നങ്ങളില്ലാത്ത ഒരാളും എൻ്റെ ഈ സദസ്സിലില്ല. ഈ സദസ്സിൽ ആരും തന്നെയില്ല. സ്വർഗം സ്വപ്നം കാണാത്ത ഒരാളും ഉണ്ടാവില്ല. നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ റഹ്മാനെ എന്ന് പറയാത്തൊരു ദിവസം പോലും ഉണ്ടാവുകയില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് വാഹനത്തിന്റെ സ്റ്റിയറിംഗ് ഇടവും വലവും തിരിക്കുമ്പോൾ ചോദിക്കാത്ത ഒരാളും ഉണ്ടാവുകയില്ല. വസ്തജീറുക്കും എന്നാണ്, പക്ഷേ നരകത്തിൽ എന്നെ കടത്തല്ല റഹ്മാനെ എന്ന് പറയാത്ത ഒരാളും ഈ കൂട്ടത്തിലില്ല. ഈ സ്വപ്നങ്ങൾക്ക് റഹ്മാനായ റബ്ബ് പറഞ്ഞൊരു പരിഹാരമുണ്ട്. ശുദ്ധമായൊരു മനസ്സിന്റെ ഉടമയായിരിക്കണം. അതിനേക്കാൾ ശുദ്ധമായൊരു ശരീരത്തിന്റെ ഉടമയായിരിക്കണം. ശുദ്ധ ഖുർആൻ എണ്ണി പറയാൻ ഞാൻ ആയത്തൊക്കെ പൂർണ്ണമായി ഓതിയാൽ നമുക്ക് നേരം കൊടുക്കും. അത്രമാത്രം ആയത്തുകൾ ഈ വിഷയത്തിൽ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരെങ്കിലും അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അടുത്ത വാക്ക് നമുക്ക് സുപരിചിതമാണ്. അല്ലാഹ് പറഞ്ഞു വമൻ യത്തഖില്ലാഹ്. ആരാണോ അല്ലാഹുവിനെ തഖ്വയോട് കൂടി ജീവിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ. അവന്റെ ഏതൊരു പ്രതിസന്ധിക്കും അള്ളാഹു പോം വഴി കാണിച്ചു കൊടുക്കും. മഖ്റജ് എന്ന് പറഞ്ഞാൽ വെളിച്ചമാണ്. ഒരു പ്രശ്നത്തിൽ നിന്ന് പുറത്തു കടക്കുവാനുള്ള വാതിലാണ്. ഞാൻ അവസാനിച്ചു എന്ന് തുടങ്ങുന്നിടത്ത് നിന്നുള്ള
ഒരു ഉണർച്ചയാണത്. മഹ്റജ്, ആ വാക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾക്കറിയാം, എവിടെ ചെന്നാലും കാണുന്ന വാക്കാണ്. പുറത്തേക്കുള്ളൊരു വഴി. അതെ, പ്രശ്നപരിഹാരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എന്നിട്ട് റഹ്മാനായ റബ്ബ് പറഞ്ഞു വയർസുഖുഹു ബാക്കി മിൻ ഹൈസു ലാ യഹ്തസിബ്. നമ്മുടെ അടുത്ത പ്രശ്നമാണ് ഉപജീവനം. അവൻ പോലും കണക്കാക്കാത്ത വിധം റഹ്മാനായ റബ്ബ് ഉപജീവനം നൽകും. തഖ്വയുണ്ടോ എല്ലാ പ്രശ്നത്തിനും പരിഹാരമുണ്ട്. തഖ്വയുണ്ടോ ഉപജീവനം ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത് മാത്രമാണ് സഹോദരങ്ങളെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ പാഠം. ഇത് നോക്കൂ നിങ്ങൾ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ ബോധ്യപ്പെടുക, അസത്യം ഇങ്ങനെ വേറെ ആയിട്ട് തന്നെ കാണാം, സത്യം ഇങ്ങനെ വെളിച്ചമുള്ളതായി കാണാം. അല്ലാഹു പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ് ബാക്കി യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾ തഖ്വയുള്ളവരാണോ, യജ്അൽ ലക്കും നിങ്ങൾക്കവൻ ഉണ്ടാക്കി നൽകുക തന്നെ ചെയ്യും. ഫുർഖാനൻ, സത്യത്തെ അസത്യത്തെ വേർതിരിച്ച് മനസ്സിലാക്കുവാനുള്ള കഴിവ്. അല്ലാഹു വെച്ച ഡിമാൻഡ് ഒന്ന് മാത്രം, തഖ്വ ഉണ്ടാവണം. റഹ്മാനായ റബ്ബ് പറഞ്ഞു വയുകഫിറ അൻകും സയ്യിആതികും, നിങ്ങളുടെ പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കളയും, മറച്ചു വെക്കും. വയഗ്ഫിറു ലക്കും, അല്ലാഹു നിങ്ങൾക്കത് പുറത്തു നൽകുകയും ചെയ്യും. വല്ലാഹു ദുൽ ഫദ്ലിൽ അളീം. ഇനി എന്താ സഹോദരങ്ങളെ നമുക്ക് വേണ്ടത്? സ്വർഗ്ഗല്ലേ? അടുത്ത വചനം കേൾക്കൂ നിങ്ങൾ. ഇത്തഖുല്ലാഹ്, ഇത്തഖുല്ലാഹ്, റസൂലുള്ളാഹി പറയാം, ഇത്തഖുല്ലാഹ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുക. വസല്ലു ഖംസക്കും, 5 നേരത്തെ നമസ്കാരം ചിട്ടയായി നിർവഹിക്കുക. വസൂമു ഷഹ്റക്കും, നിങ്ങളുടെ പവിത്രമായ റമദാൻ മാസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. വഅദ്ദു സകാത്ത അംവാലിക്കും, നിങ്ങളുടെ സ്വത്തിന് കൃത്യതയോടുകൂടി സകാത്ത് കൊടുക്കുക. യാ അംവാൽ വഅതീഉ, നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. ആരെ? നിങ്ങളുടെ ഉമറാക്കളെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്യുക. തദ്ഖുലു ജന്നത റബ്ബിക്കും, അല്ലാഹു നിങ്ങളെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കും. ഇബാദത്തുള്ളവനായി സൂക്ഷ്മതയുള്ളവനായി നമ്മൾ ജീവിച്ചാൽ റഹ്മാനായ റബ്ബ് നമ്മെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. 5 നേരത്തെ നമസ്കാരത്തിൽ ചിട്ടയുള്ളവനാണ് എങ്കിൽ പാപങ്ങൾ പുറത്തു കിട്ടും. നോമ്പ് ആത്മാർത്ഥമാണ് എങ്കിൽ റഹ്മാനായ റബ്ബ് അവന്റെ ജീവിതത്തിൽ സ്വർഗം നൽകി അനുഗ്രഹിക്കും. നമ്മുടെ സ്വപ്നങ്ങൾക്കുള്ള ചിറക് മുളക്കാനാണ് അള്ളാഹു തഖ്വയെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമുക്ക് പരാജയപ്പെട്ടുകൂടാ. ഇത് പരാജയപ്പെടുന്ന ഏതൊക്കെ കവാടങ്ങളുണ്ടോ അത് മുഴുവൻ നമ്മൾ അടച്ചു പൂട്ടണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നോക്കൂ നിങ്ങൾ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹിയുടെ അടുത്തേക്ക് ഇമാം ഷാഫിഈ ബാഗ്ദാദിൽ നിന്ന് കൗമാരം വിട്ട് യുവാവായ സമയത്ത് ശിഷ്യത്വം കിട്ടുവാൻ വേണ്ടി വരുന്നുണ്ട് മദീനയിലേക്ക്. ആ സമയത്ത് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, എനിക്ക് ഉൾക്കൊള്ളാവുന്നതിലതിലേറെ സമയവും സന്ദർഭവും ഇപ്പോൾ തിരക്കിലാണ്, ഒരാളെ കൂടി ഉൾക്കൊള്ളാൻ കഴിയില്ല. സ്വാഭാവികമായൊരു ഗുരുനാഥന്റെ ഒരു പ്രയാസം അദ്ദേഹം പങ്കുവെക്കുക. ഇമാം ഷാഫിഈ തനിക്കൊരു അഡ്മിഷൻ ലഭിക്കാൻ വേണ്ടി അദ്ദേഹം നാട്ടിൽ നിന്ന് ഒരുങ്ങി വന്നത് ഇമാം മാലിക്കിന്റെ മുവത്വ കാണാതെ പഠിച്ചുകൊണ്ടാണ്. അത് ഏറെ ശ്രമകരമാണ്. ഹിഫ്ളാക്കാൻ ശ്രമിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാൻ പറ്റും. ശുദ്ധ ഖുർആനിന്റെ ആദ്യാവസാനം അതീവ സൗന്ദര്യത്തോടു കൂടി ഇമാം ഷാഫിഈ പാരായണം ചെയ്യുന്നുണ്ട്. മുവത്തയിലെ ഓരോ വരികളും
അദ്ദേഹത്തിന്റെ ഗുരുനാഥനെ കിട്ടുവാൻ വേണ്ടി ആത്മാർത്ഥമായി പറയുന്നുണ്ട്. ഇത് കേട്ട മാത്രയിൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി ഇമാം ഷാഫിഈയോട്, ആ ചെറുപ്പക്കാരനോട് പറയുന്ന ഒരു വാചകം ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടതാണ്. ഇന്നല്ലാഹ ഖദ് അൽഖഅ അലാ ഖൽബിക നൂറാ. ഷാഫിഈ, അല്ലാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ മനസ്സിൽ ഒരു പ്രകാശം ഇട്ടു നൽകിയിട്ടുണ്ട്. ഫലാ തുതിഫഹു ബിൽ മഅസിയ. തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് ആ പ്രകാശത്തെ നീ കെടുത്തിക്കളയരുത്. ഇത് നമുക്കുള്ള പാഠമാണ്. തഖ്വ അത് കെട്ടുപോകും. തഖ്വ അത് വേര് മുളക്കാൻ കഴിയാത്ത വിധം നശിച്ചു പോകും. തഖ്വ അത് ശ്രദ്ധയോടുകൂടി പരിപാലിച്ചില്ലെങ്കിൽ ഒരിക്കലും അതിൽ പുതിയ നാമ്പുകൾ കിളിർക്കാത്ത വിധം തളർന്നു പോകും. അല്ലാഹു പറഞ്ഞെന്തറിയോ? കല്ല് അല്ല, കല്ലിനേക്കാൾ കഠിനം എന്നാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, കല്ലിൽ ചിലപ്പോ അത് പൊട്ടിയാൽ വെള്ളം ഒഴുകും. എന്നാൽ തഖ്വ നഷ്ടപ്പെട്ട മനസ്സിൽ എത്ര വലിയ ഉപദേശവും എത്ര വലിയ ദീനിയായ സാഹചര്യം ഉണ്ടായാലും അതിലൊന്നും മുളക്കൂല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒതുങ്ങിയ ഈ സദസ്സിലിരുന്ന് സംസാരിക്കുമ്പോൾ സ്വന്തത്തോടൊന്ന് വിലയിരുത്തേണ്ടുന്ന കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. നമുക്കങ്ങനെ ഒരു നഷ്ടം വരുന്നുണ്ടോ? നമ്മുടെ തഖ്വയെ ഒരു ജീവസുറ്റ തഖ്വയാക്കി സൂക്ഷ്മതാബോധമാക്കി കൊണ്ടു നടക്കാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ? അതിന് തടസ്സം എന്തൊക്കെയാണ്? ചിലത് ഞാൻ പറയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച അള്ളാഹുവിന്റെ പരിശോധനാ ടൂളുകളെ കുറിച്ച് പറഞ്ഞിടത്ത് ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഖദിറത്തുൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ദുനിയാവ് അത് ഒരു ടേസ്റ്റിയാണ്, വളരെ മാധുര്യമുള്ളതാണ്, അത് കൺകുളിർമയുള്ളതാണ്. നമുക്ക് അത് നേടിയെടുക്കുവാനുള്ള ആഗ്രഹവും ത്വരയും ദുനിയാവിനോട് ഉണ്ടാകും. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫകും ഫീഹാ ഫയൻദുറു കൈഫ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ നിങ്ങളെ പരീക്ഷിക്കുകയാണ്, പരിശോധിക്കുകയാണ്. ഫയൻദുറു, ആ വാക്ക് നോക്കൂ, അല്ലാഹു നോക്കുകയാണ്. കൈഫ തഅമലൂൻ, നിങ്ങൾക്ക് ഈ ദുനിയാവെന്ന് കിട്ടിയ ഹുൽവത്തും ഖദിറത്തും റിയാലിന്റെ രൂപത്തിൽ, കച്ചവട സ്ഥാപനങ്ങളുടെ ഭംഗിയിൽ, ഷോപ്പിംഗ് മാളുകളുടെ രൂപത്തിൽ, ജോലിയായി ഈ കടന്നു വന്നിട്ടുള്ള ഈ അനുകൂല സാഹചര്യങ്ങളൊക്കെ അല്ലാഹു നിങ്ങൾക്ക് പരീക്ഷണമായി തന്നതാണ്. എന്താണ് നീ അതുകൊണ്ട് ചെയ്യുന്നത് എന്ന് പരിശോധിക്കുവാൻ വേണ്ടി. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണം എന്ന് പറയുന്നത് ഈ ദുനിയാവിൽ അല്ലാഹു നൽകിയിട്ടുള്ള സൗഭാഗ്യങ്ങളാണ് എന്ന് പ്രവാസികളായി നമ്മൾ നന്നായി തിരിച്ചറിയാം. അവിടെയാണ് നമ്മുടെ സമയവും സന്ദർഭവും ചിട്ടയായി ഉപയോഗിക്കേണ്ടത്. എനിക്ക് അറിയാവുന്ന ചില സുഹൃത്തുക്കളുണ്ട്. അവർ പലപ്പോഴും നാട്ടിൽ വളരെ സജീവമായിരിക്കും. അവരിവിടേക്കൊരു ജോലി ആവശ്യാർത്ഥം വന്നതിന് ശേഷം പിന്നെ അവരുടെ അപ്രത്യക്ഷമാവും. പിന്നെ എപ്പോഴെങ്കിലും കണ്ട് ഒന്ന് സംസാരിച്ചാൽ പറയും, ഒരു രക്ഷയില്ല, വല്ലാത്ത തിരക്കാണ്, അവിടെ സെന്റർ ഉണ്ട്, സെന്ററിലേക്ക് ഒന്ന് പോയി നോക്കാൻ കൂടി എനിക്ക് പറ്റുന്നില്ല, എന്തേ തിരക്കാണ്. ആ തിരക്ക് എപ്പോഴുണ്ടായേ? യഥാർത്ഥത്തിൽ ആ തിരക്കുണ്ടാകാനുണ്ടായ കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമ്മൾ നന്നായി ജീവിച്ചപ്പോൾ നന്നായി ജീവിക്കാൻ തന്ന സൗഭാഗ്യം കൊണ്ടാണ് പിന്നീട് നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്. കുറ്റപ്പെടുത്തല്ലോ, സാഹചര്യങ്ങളെ വിലയിരുത്താൻ വേണ്ടി ഞാൻ സംസാരിച്ചു എന്ന് മാത്രം. നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ സാഹചര്യവും എനിക്കറിയില്ല. പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈമാനിനെ പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ ഏറ്റവും ഒന്ന് ഇതാണ് എന്ന് നമ്മൾ അറിയണം. രണ്ടാമതൊന്ന് ഞാൻ പറയാം. അന്ന ഉമറ
ഖതബഹും ബിൽ ജാബിയ. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ജാബിയയിൽ പോയി സംസാരിക്കാൻ, പ്രസംഗിക്കാൻ. ആ സമയത്ത് അദ്ദേഹം പറയാ, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നി ഖുംതു ഫീകും കഖിയാമി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ഒരിക്കൽ ഞങ്ങളോടൊപ്പം നിന്ന് പ്രസംഗിച്ചതുപോലെ ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം ദീർഘമായി പ്രവാചകന്റെ ഹദീസുകൾ ഉദ്ധരിക്കാൻ, അതിലൊന്ന് പറഞ്ഞത്, ലാ യഖ്ലുവന്ന റജുലുൻ ബിഇംറഅത്തിൻ ഇല്ലാ വകാന സാലിസുഹുമാ അശ്ശൈത്വാൻ. ഒരു ആണ് ഒരു പെണ്ണിനോടൊപ്പം ഒറ്റക്കാവരുത്. അവൻ അറിയണം അവിടെ മൂന്നാമനായി പിശാചുണ്ട്. ഇത് ജീവിതത്തിലെ എല്ലാ നന്മകളെയും നശിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങൾക്കറിയാം, ഇവിടുത്തെ ഓരോ ബന്ധങ്ങളെക്കുറിച്ചും ഓരോ സാഹചര്യങ്ങളെക്കുറിച്ചും നമുക്കറിയാം. ഒരു പ്രവാസിയായി വരുമ്പോൾ എല്ലാവരും ഫാമിലി സ്റ്റാറ്റസിലൊന്നും അല്ല വരുന്നത്. ഒന്ന് പിന്നേക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്, നമ്മളെ സുഹൃത്തുക്കളോടൊന്ന് ഉപദേശിക്കാൻ വേണ്ടിയാണ്. ഇത് ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചാൽ പിശാച് അവനെ കൊണ്ടുപോയിട്ടുണ്ടാകും, അവനെ തകർത്തിട്ടുണ്ടാകും, അവന്റെ ഈമാനിനെ സമ്പൂർണമായി നശിപ്പിച്ചിട്ടുണ്ടാകും. പിന്നെ കിളിർക്കൂല. അവൻ മനസ്സറിഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് പൂർണ്ണ വിരാമം കുറിച്ച് തിരിച്ചു വന്നെങ്കിലല്ലാതെ, അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്നുണ്ടാവും. എല്ലാ സദസ്സിലും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. കാരണം അവൻ കടന്നു വന്നൊരു നന്മയുടെ വഴിയുണ്ട്. താടിക്ക് വെച്ച് ഇസ്ലാഹി സെന്ററിന്റെ ഭാരവാഹിയായി, സുഹൃത്തായി, മെമ്പറായി, ഇതിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ ഇടപെട്ട് മദ്രസയിലൊക്കെ കാര്യങ്ങൾ ചെയ്തു പോയൊരു നല്ല കാലത്താണ്. പക്ഷേ അവന്റെ കൂടെയുള്ള കുറെ സംഗതികളുണ്ടാവും. എപ്പോഴാണ് ഇസ്തിഗ്ഫാറും തൗബയും ഒരാൾക്ക് ലഭിക്കുക? അവൻ പൂർണ്ണമായി വിരമിക്കുമ്പോഴാണ്. അള്ളാഹുവിന്റെ റസൂൽ പ്രസംഗിച്ചതുപോലെ ഞാനിതാ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞത് സഹാബത്തിനോടാണ്. ആ സഹാബത്തിന് തുടർന്ന് വന്ന താബിഈകളോടാണ്. ആരും പ്രസംഗിക്കുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവരത്ര സൂക്ഷ്മതയുള്ളവർ നമ്മളല്ലല്ലോ. അത്രമാത്രം ശ്രദ്ധയുള്ളവർ, എത്രമാത്രം ജീവിതത്തിൽ ശ്രദ്ധയുള്ളവരാണ് താബിഈകളായ താബിഈകളായവർ. സഹാബികളായ സഹോദരങ്ങൾ താബിഈകളായ സഹോദരങ്ങൾ കാണുമ്പോൾ കരയുമായിരുന്നു. കരയാനെന്താ കാരണം അറിയോ? അതായത് പ്രവാചകൻ കടന്നുപോയ ഒരു നൂറ്റാണ്ട് കടന്നു പോകുമ്പോഴേക്ക് മനുഷ്യ മനസ്സുകൾ മെല്ലെ മെല്ലെ ദുനിയാവിന്റെ അലങ്കാരങ്ങളിലേക്ക് പോയിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ ഇത്രമാത്രം നിസ്സാരമായി കാണുന്ന ഈ വാക്കും പ്രവൃത്തിയും ഞങ്ങൾ റസൂലുള്ളാഹിന്റെ കാലത്ത് കബായിറുകളിൽ ഉൾപ്പെടുത്തി. കബായിർ എന്നാണ് എന്താ? വൻപാപം. ഞങ്ങൾക്ക് അത്ര പേടിയായിരുന്നു. ഇന്ന് നമ്മളെ ചുറ്റുപാടൊന്ന് പരിശോധിക്കുന്ന സഹോദരങ്ങളെ, ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾക്ക് വല്ല അർത്ഥവുമുണ്ടോ? എന്നോട് പിന്നെ ഒരാൾ പറഞ്ഞൊരു കാര്യം ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്. ഒരാളോട് പറഞ്ഞു, വളരെ അറിയപ്പെടുന്ന ഒരാളാണ്, ഞാൻ സ്ഥിരമായി മറിമായ എന്ന് പറഞ്ഞ സാധനം കാണാറുണ്ട്. അത് കാണാറുണ്ട്. അവൻ പറഞ്ഞെന്താ വെച്ചാൽ, ഗൾഫിൽ എൻ്റെ ജോലിയിൽ എനിക്കൊരു റിലാക്സ് കിട്ടാൻ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം. അതിങ്ങനെ കാണുമ്പോൾ നാട്ടിലത്തെ കുറെ അനുഭവങ്ങളാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താ പലക്കൊരു തെറ്റ്. ആ സമയത്തുള്ളൊരു മരണത്തെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. ആ സമയത്തുണ്ടാകുന്ന ഒരു അറ്റാക്കിനെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. തമാശകളായിരിക്കാം, അല്ലെങ്കിൽ നിസ്സാരമെന്ന് തോന്നുന്ന കാര്യങ്ങളായിരിക്കാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായ ഒരു യാത്രയിൽ ഒരു താഴ്വരയിൽ ഇറങ്ങി. സഹാബത്ത് എല്ലാവരും ഒരുമിച്ച് കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമുക്കിവിടെ ഭക്ഷണം കഴിക്കാം. പക്ഷേ വിറകുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരുഭൂമിയിൽ അവരെ പറഞ്ഞയച്ചു. അപ്പോ എല്ലാവരും പല വഴിക്ക് പോയി തിരിച്ചു വന്നപ്പോൾ നമ്മളെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ കാക്കച്ചുള്ളികളുമായി അവർ വന്നു. കാക്ക കൂടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ദുർബലമായ ചെറിയ കമ്പുകളുമായി വന്നു. എല്ലാവരും പല ദിക്കുകളിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ ആ ഒരു വലിയ സംഘത്തിന് ഭക്ഷണം പാകം ചെയ്യാനുള്ള വിറകുണ്ടായി. പ്രവാചകൻ സാന്ദർഭികമായ ഉപദേശകനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ഇയ്യാക്കും മുഹ്കിറാത്തുസ് ദുനൂബ്, നിങ്ങൾ കൊച്ചു കൊച്ചു പാപങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നിസ്സാരമെന്ന് നിങ്ങൾ തോന്നുന്ന പാപങ്ങൾ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. കാരണം അത് ഇതുപോലെയാണ്. നിങ്ങൾക്ക് നിസ്സാരമെന്ന് തോന്നിയ ഇതുകൊണ്ട് ഒന്നിനും പറ്റില്ല, ഈ കാക്കച്ചുള്ളി കൊണ്ട് എന്ത് ചെയ്യാനാണ്? പക്ഷേ ഒന്നിച്ചു വെച്ചപ്പോ ഒരു വലിയ സംഘത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ മരണം വരെ ചേർത്ത് വെച്ച് റഹ്മാനായ റബ്ബിന്റെ കോടതിയിലേക്ക് നിങ്ങൾ തിരിച്ചു വരുമ്പോ നിങ്ങൾ നരകത്തിലേക്ക് എത്തിക്കാൻ അത് മതിയാകും. വയ്യാക്കും, സൂക്ഷിക്കണേ, ശ്രദ്ധിക്കണേ. ഈ ഉപദേശം നമ്മളാണ് ഏറ്റവും കൂടുതൽ പാലിക്കേണ്ടത്. സഹാബത്തിന് ഒരവസരം ഉണ്ടായിരുന്നില്ല. നമുക്കോ നമ്മൾ കാശ് കൊടുത്ത് 10,000-ങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് നാം വാങ്ങുന്ന മൊബൈൽ ഫോൺ, അത് നമ്മുടെ നരകത്തിന്റെ കവാടമാണ്, അത് നമ്മുടെ സ്വർഗത്തിന്റെ കവാടമാണ്. രണ്ടിനും പറ്റും. ഇരുതല മൂർച്ചയുള്ള വല്ലാത്തൊരു ഉപകരണമാണ് അത്. അതിനെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു, നിങ്ങളുടെ ഒഴിവു സമയം, നിങ്ങളുടെ ആരോഗ്യം, അസ്സിഹത്തു വൽ ഫറാഗ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞില്ലേ? മനുഷ്യർക്ക് നഷ്ടപ്പെടുന്ന 2 സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഒന്ന് ആരോഗ്യമാണ്, ഒന്ന് ഒഴിവു സമയമാണ്. ആ ഒഴിവു സമയം മാത്രം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവരിക. എന്താണ് നമ്മുടെ സാഹചര്യം, എന്താണ് നമ്മുടെ ചുറ്റുപാട്? ഇവിടെയാണ് ഈമാൻ നഷ്ടപ്പെട്ട് കറുത്തു പോകുന്ന, കല്ലിച്ചു പോകുന്ന ഒരു മനസ്സായി മാറുന്നത്. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മസ്ജിദ് നബവിയിൽ ഇരുന്ന് സഹാബത്തിനെ പഠിപ്പിച്ചില്ലേ? തിഹാമ പർവ്വതത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയില്ലേ? എന്താ പറഞ്ഞത് റസൂലുള്ളാഹി? ഒരു കാലം വരും, എന്റെ ഉമ്മത്തിന് സംഭവിക്കുന്ന അപജയത്തെ കുറിച്ച് ഞാൻ പറയാം എന്ന് റസൂലുള്ളാഹി പറയാം. അള്ളാന്റെ കോടതിയിലേക്ക് അമലുസ്വാലിഹാത്തുമായി, തിഹാമ പർവ്വതത്തിന്റെ അത്ര അമലുസ്വാലിഹാത്തുമായി ആളുകൾ വരും. അതെ, ഈ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കും മദീനയിലേക്കും സിയാറ ടൂറുകളും ഉംറ പാക്കേജുകളും ഹജ്ജും ഒക്കെ ഉണ്ടാകും. ഇവിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സമാഹരണങ്ങൾ ഉണ്ടാകും. ഈ പ്രദേശത്തെ മുഴുവൻ മലയാളികൾക്കും ഗുണപ്രദമായ ധാരാളം കാര്യങ്ങൾ ചെയ്യും. 5 നേരം പള്ളിയിലുണ്ട്, തഹജ്ജുദുണ്ട്, ഖുർആൻ ക്ലാസ് ഉണ്ട്, ഖുർആൻ പഠനമുണ്ട്, ഒക്കെ ഉണ്ട്. അതാണ് അല്ലാഹു റസൂൽ പറഞ്ഞത്. തിഹാമ പർവ്വതം കണക്കെ അമലുസ്വാലിഹാത്തുകളുമായി എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചില ആളുകൾ വരും. എന്നിട്ട് എന്തേ അവർക്ക് മൻസൂറ, എല്ലാ അമലുകളും വെണ്ണീറിലേക്ക് കാറ്റടിച്ചതുപോലെ പറത്തിക്കളയും. വെണ്ണീർക്ക് കാറ്റടിച്ച എന്താ സംഭവിക്കുക? ഒന്നുപോലും അയാൾക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അത് തിരിച്ചു ഒരുമിച്ച് കൂട്ടാൻ അയാൾക്ക് കഴിയില്ല. അതെ, എല്ലാം നഷ്ടപ്പെടും. സുബ്ഹാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, റസൂലേ, ആരാണവർ? എങ്ങനെ ഇവർക്ക് സംഭവിച്ചത്? അല്ലാഹുവിന്റെ റസൂല് ആ ഹദീസിന്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, ഇദാ ഖലൗ ബിമഹാരിമില്ലാഹി ഇൻതഖുഹ. അവർ ഒറ്റക്കായാൽ, അവർ മാത്രമായി തീർന്നാൽ, ബിമഹാരിമില്ലാഹി ഇൻതഖുഹ, അല്ലാഹു അവർക്ക് ഹറാമാക്കിയത് അവരുടെ ജീവിതത്തിൽ നിർബാധം അവർ ചെയ്യും. അല്ലാഹു നമ്മെ കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രവാസി സുഹൃത്തുക്കളെ, നമുക്ക് പലതും നമുക്ക് നാട്ടിലാകുമ്പോൾ മതിൽക്കെട്ടുകളാണ്. ഭാര്യയും മക്കളും കുടുംബവും വാപ്പയും ഉമ്മയും അയൽവാസിയും സുഹൃത്തും സഹപാഠിയും എല്ലാം നമുക്ക് മതിൽക്കെട്ടുകളാണ്. ഇവിടെ നമ്മൾ സ്വതന്ത്രരാണ്. നിങ്ങളൊന്നും മാറി റൂമൊന്നും മാറ്റിപ്പിടിച്ചാൽ മതി, ആരും അന്വേഷിച്ചു വരില്ല. ആരും വരില്ല. അള്ളാഹിന്റെ ആയത്തുകൾ നന്നായി കാണാതെ പഠിക്കണം കേട്ടോ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ തഖ്വയോടുകൂടി ജീവിക്കണം. അത് ഒറ്റക്ക് നിന്നാൽ കിട്ടില്ല. വകൂനു മഅസ്വാദിഖീൻ, സത്യസന്ധരായ, ദീനി നിഷ്ഠയുള്ള, തഖ്വയുള്ള, ദീനി ബോധമുള്ളവരുടെ കൂടെ നിങ്ങളാവുക. ഇസ്ലാഹി സെന്ററിന്റെ മെമ്പർ ആകുന്നതും, ഇവിടെ കുട്ടികളെ കൊണ്ടൊന്ന് ചേർക്കുന്നതും, വൈകുന്നേരങ്ങളോട് ഒരുമിച്ച് കൂടുന്നതും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ മനസ്സിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്.
നാം തിന്മയുടെ കൂടാരങ്ങളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. ഒഴിവ് കിട്ടിയോ പാഞ്ഞു വരണം, ഓടിയെത്തണം. ഒഴിവ് കിട്ടിയോ ദീനുള്ളവരെ വിളിക്കണം. എവിടെ? നമുക്കൊന്ന് അവിടെ പോയി കുറച്ചിരിക്കാം, നമുക്കൊന്ന് നന്നായി സംസാരിക്കാം. സൗഹൃദമായ സംഗമങ്ങളും ചർച്ചകളും സന്ദർശനങ്ങളും ദീനുള്ളവരുമായി ആകട്ടെ. വലിയ വിപ്ലവം ഉണ്ടാക്കാൻ പറ്റും, വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങളുടെ ചർച്ചകൾ നിങ്ങളെ മാത്രമല്ല സ്വാധീനിക്കാം, കുടുംബത്തെ സ്വാധീനിക്കും, നാടിനെ സ്വാധീനിക്കും. അള്ളാന്റെ ആയത്ത് പുലരും. കൂനു മഅസ്വാദിഖീൻ, സത്യസന്ധരുടെ കൂടെ. സഹോദരങ്ങളെ, സഹാബത്തിന്റെ ചരിത്രം അറിയണോ നിങ്ങൾക്ക്? അവർ പരസ്പരം കണ്ട് സലാം പറഞ്ഞു പിരിയുമ്പോൾ, കൈകൊടുത്ത് മുസാഫഹത്ത് നടത്തി തോളിൽ തട്ടി പിരിയുമ്പോൾ അവർ പരസ്പരം ഓതിയൊരു സൂറത്തുണ്ട്, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഞാൻ നിങ്ങളിങ്ങനെ പിരിയാം. ദുനിയാവിന്റെ കച്ചവടത്തിന്റെ എല്ലാ മാറാപ്പുകളും നമ്മുടെ കൂടെ ഉണ്ട്, അതിൽ അഭിപ്രായങ്ങളുണ്ട്, ഒക്കെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ പിരിഞ്ഞു പോകുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, നരകാണ് വലുത്. കാലം തന്നെയാണ് സത്യം, കാലം തന്നെയാണ് സത്യം. എല്ലാ മനുഷ്യരും നാശത്തിലാണ്. എന്നിട്ട് അവർ ഇങ്ങനെ പറഞ്ഞില്ലേ, ഇല്ലല്ലദീന ആമനോ, പവിത്രമായ വിശ്വാസം, വഅമലു സ്വാലിഹാത്തി, പ്രവാചകന്റെ തിരുസുന്നത്ത് അനുസരിച്ചു കൊണ്ടുള്ള ജീവിതം. പിന്നെന്താ? വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഹഖ് കൊണ്ടുള്ള വസിയ്യത്ത്, ക്ഷമ കൊണ്ടുള്ള വസിയ്യത്ത്, അത് പരസ്പരം വേണം. എത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണെങ്കിലും ദീനിയായ ഒരു കാര്യത്തിൽ ഞാൻ പിന്നോട്ടില്ലെന്ന് തീരുമാനിക്കണം. ഒരാളെ പതറിങ്ങനെ നിൽക്കാൻ ഞാൻ എന്തു ചെയ്യും? ആകെ പ്രശ്നമായി. ക്ഷമ പരസ്പരം ഉപദേശിച്ചു കൊടുക്കണം. സാരല്ല, ഒരു പോംവഴി, മഹ്റജ് നിനക്കന്നത്. നീ ഒന്ന് 2 റക്അത്ത് നമസ്കരിക്ക്, നീ ഒന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്ക്. നിന്റെ ഇബാദത്തിൽ വല്ല വീഴ്ചയും വന്നിട്ടുണ്ടോ? ഒന്നുകൂടി ശ്രദ്ധിക്ക്. നീ ഒന്നുകൂടി ഖുർആൻ എടുത്ത് പഠിക്ക്. അള്ളാഹ് പരിഹാരമുണ്ടാക്കും. നീ ഒന്ന് കൈ ഉയർത്തി നാഥനോട് ചോദിക്ക്. നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് പറയും. ഒന്ന് പറഞ്ഞു നോക്കി സുഹൃത്തുക്കളെ, കച്ചവടം തകർന്നു പോയവൻ എഴുന്നേറ്റ് വരുന്നത് കാണുന്നു. ജോലി നഷ്ടപ്പെട്ടവനെ തുടർച്ചയായി ജീവിതത്തിന്റെ പുതുവഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് പറ്റും. അതാണ് അള്ളാഹ് പറഞ്ഞത്. അത് സഹാബത്ത് ചെയ്ത മാതൃക നമുക്കുണ്ടെങ്കിൽ തിന്മയുടെ കവാടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. റഹ്മാനായ റബ്ബിന്റെ ഒരു ഗുണവിശേഷത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട്. സിദ്ദീർ എന്നാണ്. എന്താ സിദ്ദീർ എന്ന് പറഞ്ഞാൽ? രഹസ്യങ്ങൾ മറച്ചു വെക്കുന്നവൻ. റഹ്മാൻ റഹീം എന്ന് പറഞ്ഞ പോലെ അള്ളാഹിന്റെ ഒരു ഗുണമാണ്. ഒരു വലിയ മഹാപണ്ഡിതൻ മരണപ്പെട്ടപ്പോ എല്ലാവരും അദ്ദേഹത്തെക്കുറിച്ച് വളരെ കൗതുകത്തിൽ സംസാരിച്ചു. അദ്ദേഹത്തിന് സ്വർഗം ഉറപ്പാന്നിലടക്കാണ് വർത്തമാനം. അതില് അദ്ദേഹത്തിന്റെ തന്നെ മകള് പറയുന്ന ഒരു വാചകന്റെ ചരിത്രത്തിൽ, അള്ളാഹു സിദ്ദീറാണ്, നാളെ പരലോകത്താണ് വിചാരണ. അതെ, നമ്മളൊക്കെ ഭാര്യയ്ക്ക് മുമ്പിൽ ഏറ്റവും നല്ല മാന്യനായിരിക്കാം, മാതാപിതാക്കൾക്ക് മുമ്പിൽ നല്ല മകനായിരിക്കാം, ഓഫീസിൽ ഏറ്റവും നല്ല സ്റ്റാഫായിരിക്കാം. പക്ഷേ നമുക്ക് മാത്രം അറിയുന്ന നമ്മളില്ലേ? അത് മാത്രം ഞാൻ ചോദിക്കണേ. ഞാൻ ആദ്യം പറഞ്ഞു, ഞാൻ എന്നോടാ സംസാരിക്കണേ. നമുക്ക് മാത്രം അറിയുന്ന ഒരു നാമില്ലേ? എൻ്റെ സുഹൃത്തിനറിയാത്ത ഒരു ഞാൻ, എൻ്റെ ഭാര്യക്കറിയാത്ത, എൻ്റെ സഹപ്രവർത്തകർക്കറിയാത്ത, എൻ്റെ സുഹൃത്തുക്കൾക്കറിയാത്ത ഒരു ഞാൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യതയോടുകൂടി നമ്മെ പഠിപ്പിച്ച കാര്യമാണത്. എല്ലാ രഹസ്യങ്ങളും മറച്ചു വെക്കുന്ന അള്ളാഹ് നാളേക്ക് വേണ്ടി മാറ്റിവെച്ചതാണത്. എന്നിട്ടൊരു ദിനത്തെ പറ്റി പറഞ്ഞു, യൗമ തുബ്ല സറായിർ, രഹസ്യങ്ങളൊക്കെ പൊളിച്ച് വിചാരണക്കെടുക്കുന്ന ഒരു ദിനം ഉണ്ട് എന്ന്. അപ്പോ നമുക്ക് അല്ലാഹ് തന്നൊരു നിഅമത്താണ് നമ്മുടെ ജീവിതത്തെ ഒരു മറക്കു പിന്നിലേക്ക് അല്ലാഹ് വെച്ചു എന്നത്. അതെങ്ങാനും സഹോദരങ്ങളെ,
അള്ളാഹുവിൻ്റെ ആ മഹത്തായ ഗുണം കൊണ്ടാണ് നമ്മൾ സുരക്ഷിതരായി ഇരിക്കുന്നത്. അത് നമ്മൾ ഓർക്കണം. ഇവിടെ നമ്മളെക്കുറിച്ച് ഒരു ചിന്തയും വിശകലനവും ഉണ്ടാകും. മനസ്സിലേക്ക് ഈമാൻ കടന്നു വരും. അത് ചിന്തയില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രശ്നം എന്താ അറിയോ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഏറ്റവും അള്ളാഹ്ക്ക് വെറുപ്പുള്ളത് ദൽ വജ്ഹൈൻ, ദ്വിമുഖൻ എന്നാണ്. രണ്ട് മുഖം ഉണ്ടാവുക. ഒന്ന് ജനങ്ങൾക്ക് മുമ്പിൽ ഒരു മുഖം, ഒന്ന് അവന്റെ ഒരു മുഖം. ഇത് നമുക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള, പിശാച് ഏറെ ശക്തനാണല്ലോ, ഉണ്ടാകാൻ സാധ്യതയുള്ളത്. അതിനെയാണ് അള്ളാഹു ഏറ്റവും വെറുക്കുന്നത്. ഈ ദ്വിമുഖനൊരു പ്രശ്നമുണ്ട്. അവൻ സമൂഹത്തിൽ എപ്പോഴും മാന്യനായിരിക്കും. അതുകൊണ്ട് എന്താ വെച്ചാല് അവന്റെ മനസ്സിലേക്ക് അവന്റെ തിന്മ പശ്ചാത്തപിക്കാൻ അവന് സാധിക്കില്ല. കാരണം അതെന്നും അവന്റെ കൂടെ ഉണ്ടാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനൊരു രഹസ്യ സ്വഭാവം വെച്ച് അതിങ്ങനെ കൊണ്ടിടക്കുന്നുണ്ടാവും. സമൂഹത്തിൽ മാന്യനായി ജീവിക്കുന്നുണ്ടാവും. അങ്ങനെ പോയി മരിക്കുക ചെയ്യാൻ. എന്നാൽ ഇതിന്റെ ഗൗരവം ഒന്നും അറിയാത്ത ഒരുത്തുണ്ടാവും. അവൻ എന്ത് ചെയ്യുന്ന വെച്ചാല് അവന് സുപ്രഭാതത്തിൽ ഒരു വയലുകാർ ഹുസൈൻ സലഫിന്റെ ഒരു ക്ലാസ് കേട്ടാൽ, ചിലപ്പോൾ ഹാരിസ് മൗലവിന്റെ ഒരു പ്രഭാഷണം കേട്ടാൽ, അല്ല നമ്മൾ ആരെങ്കിലും ഒന്ന് വലത്തെ കൈ പിടിച്ചിട്ട് ജുമാക്ക് ശേഷം വർത്താനം പറഞ്ഞാൽ ഒന്ന് തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. ആ തെറ്റല്ലേ, ഇങ്ങനെ പോയ ഇങ്ങനെ അപകടം ഉണ്ടല്ലേ. അവൻ തിരിഞ്ഞു നടക്കും. അവൻ നേരെ സ്വർഗത്തിൽ കടന്നു പോകും. ഹദീസ് എത്രയുണ്ട് സഹോദരങ്ങളെ? 99 ആളെ കൊന്ന ഒരാള്. ആ ഹദീസ് എന്തിനാ റസൂലുള്ള പഠിപ്പിച്ചേ? 99 ആളെ കൊല്ലെന്ന് പറഞ്ഞാൽ അയാളെ കുറിച്ച് എന്തെങ്കിലും കാഴ്ചപ്പാടെന്താ? അതന്നെ അയാളോട് ഉപദേശം ചോദിച്ചോളൂ പറഞ്ഞു, അനക്കിനി രക്ഷല്ല. ചരിത്രം എന്താ റസൂലുള്ള പറഞ്ഞേ? ഓനെ ശരിയാക്കി. അപ്പോഴാണ് വേറൊരാളോട് അദ്ദേഹം ചോദിക്കണം, എനിക്ക് വല്ല രക്ഷയുണ്ടോ? അദ്ദേഹം പറഞ്ഞിരുന്ന പോംവഴി എന്താ അറിയും? ആ സാഹചര്യം ഒന്ന് മാറ്റിയാൽ മതി. ഇവിടെ നിന്നാ എനിക്ക് പ്രശ്നമാണ്. ഈ വിട്ടോ, ഇവിടുന്ന് വിട്ടോ. എന്നെ അറിയുന്നവർക്കിടയിൽ നീ ഇങ്ങനെ ഒരാളാണെന്ന് അറിഞ്ഞ പിന്നെ എന്നും എന്നെ അങ്ങനെ കാണുള്ളൂ. ഇവിടുന്ന് ഒന്ന് മാറിക്കളയും, വേറെ നാട്ടിൽ പോയി ജീവിക്കുക. അയാളുടെ യാത്ര പോയി എന്നാണ്. അയാളുടെ നെയ്യത്തെന്താ? നന്നാവണം എന്നാണ്. മലക്കുകൾക്ക് സംശയമുണ്ടായി, ഇയാൾ സ്വർഗാവകാശിയാണോ നരകാവകാശിയാണോ? അയാൾ വന്ന വഴി അളക്കാനാണ് അള്ള കൽപ്പിച്ചെന്ന്. കുറച്ച് മുന്നോട്ടധികം കൂടുതൽ പോയിട്ടുണ്ടായിരുന്നു. സ്വർഗാവകാശിയാണ്. അറിയോ, ഈ ദൽബജഹിന്റെ ഒരു ദുരന്തം മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. ഒരാൾ വളരെ തക്കമുള്ള ആളാണ്, ഒരാൾ വളരെ ഫ്രോഡാണ്. സ്വാഭാവികമായിട്ടും ആ നല്ല സുഹൃത്ത് ഇവനെങ്ങനെ ഉപദേശിക്കും. അങ്ങനെ ഉപദേശിച്ച്, കാരണം നല്ലവനാണ്, ഞാൻ നല്ലവനാണ് എന്ന ചിന്ത ആധിക്യം അയാൾക്കുണ്ടായി. ഇവ നന്നാവണില്ലല്ലോ. അങ്ങനെ ഉപദേശം കേൾക്കും. പിന്നെ ഒരിക്കൽ പറഞ്ഞു, ഇജിന്നെ ഉപദേശിക്കാൻ ആരാ? ഉടനെ ഈ നല്ല മനുഷ്യൻ പറഞ്ഞു പോയി, അണക്കല്ല പുറത്തു തരില്ല, പുറത്തു തരില്ല. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇവർ 2 പേരും പരലോകത്ത് വന്നപ്പോ നല്ല നിസ്കാരത്തായപ്പം ദീനിയായി ജീവിച്ച മനുഷ്യൻ നരകത്തില. അള്ള പുറത്തു തരൂല എന്ന് പറഞ്ഞ ആള് അള്ള സ്വർഗത്തിലാക്കി. അപ്പൊ ഇയാൾ ചോദിക്കുന്നുണ്ട്, അള്ളാഹു എന്തിപ്പോ ഞാൻ നരകത്തിലും അയാൾ സ്വർഗത്തിലും ആയി? അതിലെ മറുപടി എന്താണെന്ന് സഹോദരങ്ങളെ, അള്ള പുറത്തു തരൂല എന്ന് പറയാനുള്ള അധികാരമാണ് കാര്യം തന്നെ. അത് അഹങ്കാരാണ്. ഞാൻ തികഞ്ഞു, ഇസ്തിഗ്നാ എന്ന് അറബി പറയാം. ഞാൻ തിരക്കിടില്ല, ഇത് വളരെ മോശമാണ്. ആ ചിന്ത മനുഷ്യ മനസ്സിലേക്ക് വരുമ്പോൾ ദൽ വജ്ഹി, 2 മുഖത്തിന്റെ മറ്റൊരു രൂപം. ഇത് രണ്ടും നമ്മളെ ബാധിക്കാൻ പാടില്ല. ഞാനിത് ഇങ്ങനെ സൂക്ഷ്മമായിട്ട് പറയുന്നതിനാണ് സഹോദരങ്ങളെ. നമുക്ക് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് സ്വർഗം ഉറപ്പാണ്. അതിൽ സംശയമില്ല. നിങ്ങൾക്ക് സംശയം? കാരണം തൗഹീദ് കിട്ടിയവൻ സ്വർഗാവകാശിയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലായവൻ സ്വർഗാവകാശിയാണ്. നമ്മളത്ര മനസ്സിലാക്കിയതാരാ? 14 നൂറ്റാണ്ട് മുമ്പുള്ള സഹാബത്തിന്റെ ജീവിതത്തിലെ ഓരോ ഏടും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടി പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുന്ന ഒരു കൂട്ടം ആളുകളുടെ കൂടെ സഞ്ചരിക്കുന്ന, അല്ല മുന്നിൽ നടക്കുന്നവരാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സലഫികൾ എന്ന് പറയുമ്പോൾ, സലഫ് സ്വാലിഹീങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളെ ചങ്ങല എത്തുന്നത് എവിടേക്കറിയോ? അബൂബക്കർ സിദ്ദീഖിലാണ്, ഉമർ ഇബ്നുൽ ഖത്താബിലാണ്,
ഉസ്മാൻ ഇബ്നു അഫ്ഫാനിലാണ്. അല്ല, മുത്ത് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തിലേക്ക്. പക്ഷേ ആ സ്വർഗ വഴിയിൽ നിന്ന് നമ്മെ അടർത്തിയെടുക്കാനുള്ള പിശാചിന്റെ ഏക മാർഗം എന്ന് പറയുന്നത് ഈ വഴിയിൽ നന്മയും തിന്മയും കൂട്ടിക്കലർത്തി നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് നിഫാഖ്. മുനാഫിഖ് എവിടെ? നരകത്തിലാണ്. നമ്മൾ നന്നായി ആലോചിക്കണം. ഇസ്ലാം കാര്യം ഈമാൻ കാര്യം ഇങ്ങനെ എഴുതി വെക്കണം, എന്നിട്ട് ടിക്കണം പറ്റണം. നമസ്കാരം 5 നേരം ഈ റമദാനിൽ എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, റമദാനിന് ശേഷം നഷ്ടപ്പെട്ടിട്ടില്ല. ശർഈയായ കാരണല്ലോനെ കുറിച്ചല്ലോ ഞാൻ പറഞ്ഞേ. നമുക്ക് പറ്റുമോ? അതാണ് അള്ളാഹു ചോദിക്കുന്നത്. ജീവിതത്തിൽ രഹസ്യങ്ങൾ പൊളിച്ചു നോക്കുന്ന ആ ദിനത്തിൽ രഹസ്യങ്ങളൊക്കെ പശ്ചാത്തപിച്ച് ആ തിന്മകളൊക്കെ നന്മയാക്കി അള്ളാഹു മാറ്റുന്നിടത്തേക്ക് ഈമാനികമായ ഒരു വളർച്ച നമ്മുടെ സാഹചര്യം നന്നാക്കി നമുക്ക് ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ അറിയണം. മറ്റൊരു ഹദീസും കൂടി ഞാൻ പറയാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അടുത്ത വാക്കെന്താ? നിങ്ങള് തഖ്വാന്നുള്ള വാക്കാണ്, ഫത്തഖുല്ലാഹ് എന്നാണ് ഉപയോഗിച്ചത്. അതേ വാക്ക് ഉപയോഗിച്ചിട്ട് പറഞ്ഞു വത്തഖുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. അത് ആണിന് പെണ്ണും പെണ്ണിന് ആണും ശത്രുവാണ്. വിവാഹം മാത്രമേ അവരെ മിത്രങ്ങളാക്കുന്നുള്ളൂ, വേറൊന്നും അവനെ മിത്രമാക്കുന്നില്ല. അതൊരു കാഴ്ചയാവാം, ഒരു കേൾവിയാവാം, അല്ലെ? ഒഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഫോൺ സൈറ്റുകളും സിനിമയുടെ ലോകവും ഒക്കെ അറിയാതെ കടന്നു പോകാറുണ്ട് മനുഷ്യർ. കാരണം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരീക്ഷണം ഇന്റർനെറ്റാണ്. അവിടെ പരാജയപ്പെടാതെ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളത് ജീവിതത്തിൽ അത്ര സൂക്ഷ്മതയുള്ള ഒരാൾക്ക് കഴിയുള്ളൂ. കാരണം നിങ്ങളുടെ ലോകത്ത് ചിന്തിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അവിടെയൊക്കെ സുരക്ഷിതമാണ് ഞാനെന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഇന്ന അവ്വല ഫിത്നതി ബനി ഇസ്രായീൽ കാനത് ഫിന്നിസാ. ബനു ഇസ്രായേലുകാരെ അള്ളാഹുവിന്റെ ഫിത്നക്ക്, പരീക്ഷണത്തിന്, ശിക്ഷകൾക്കൊക്കെ കാരണമായി തീർന്നത് അവരുടെ സ്ത്രീകൾ കാരണത്താലാണ്. അത് ആണിനെ സംബന്ധിച്ചിടത്തോളം പെണ്ണൊരു പ്രശ്നമാണ്, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആണൊരു പ്രശ്നമാണ്. ഇവിടെ തഖ്വ കൊണ്ട് മാത്രമേ സഹോദരങ്ങളെ ജീവിതത്തെ സുരക്ഷിതമാക്കാൻ പറ്റൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അതിനെന്താ വേണ്ടത്? നിങ്ങളെ നമുക്ക് അള്ള പറഞ്ഞ 2 അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധം ഉണ്ടാകുന്നതാണ്. ഏത് 2 അനുഗ്രഹം? 1 ഒഴിവ് സമയം, 2 ആരോഗ്യം. ആരോഗ്യം ഉണ്ടാകുമ്പോൾ ഇതിനൊക്കെ ആഗ്രഹമാണ്, അല്ലേ? സ്വത്തിനോട് ആഗ്രഹപ്പെടാം, ആരോഗ്യം ഉണ്ടാകുമ്പോഴാണ്. നിങ്ങൾക്ക് ഒരു റിസൾട്ട് വന്നിരിക്കുകയാണ് ക്യാൻസറിനെ കുറിച്ച്, അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയറിന്, റഹ്മാൻ അറബ് നമുക്ക് അത് സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തെ സുരക്ഷിതമാക്കുമാറാവട്ടെ. നാമുമായി ബന്ധപ്പെട്ടവരെ മുഴുവൻ അല്ലാഹു സംരക്ഷിക്കുമാറാവട്ടെ. നാലുശുഖി. പിന്നെ റിയാലിന്റെ ബാങ്ക് അക്കൗണ്ടും നാട്ടിലെ ഷോപ്പിംഗ് കോംപ്ലക്സും ഒക്കെ ഒരു വെള്ളക്കടലാസ് ഇളകണ പോലെ ഇങ്ങനെയുള്ള RCCയിലായിരുന്നു, MVRലായിരുന്നു, ബേബിയിലായിരുന്നു. അവനെ ജിദ്ദ ഹോസ്പിറ്റലിൽ നേരിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ ചെയ്തത്. ഇത്ര ആളുണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ തബൂക്കിൽ വെച്ചൊരു ആക്സിഡന്റ് ഉണ്ടായി, ഓനും കുട്ടികളും മരിച്ചു. ഇത്ര സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അറിയാലും പൈസ എന്ത് പറ്റി? എന്തിനേലും പറ്റുമോ? ഇല്ല. അവിടെയാണ് നമുക്ക്, നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിൽ സുബ്ഹി നമസ്കാരത്തിന് ഏതാനും ദിവസങ്ങൾ കാണാതെയായപ്പോൾ അവർ ഒരു സഹാബിയെ അന്വേഷിച്ച് മലഞ്ചെരുവിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ അവർ ഒരാഴ്ച മുമ്പ് കണ്ട വ്യക്തിയല്ല അവർ കണ്ടത്. തളർന്ന് ക്ഷീണിച്ച് കരുവാളിച്ച് കയറിന്റെ കട്ടിലിൽ തൻ്റെ മലവും മൂത്രവും പോകാൻ പിന്നെ തൊലിയുടെ ബക്കറ്റ് വെച്ച് മലർന്ന് കിടക്കുന്ന സഹാബിയെ
കരഞ്ഞുപോയി സുഹൃത്തുക്കൾ. അപ്പം അദ്ദേഹം ചോദിക്കുക, നിങ്ങൾ എന്തിനാ കരയണ? നിങ്ങൾ കരയണ്ട, നിങ്ങൾ കരയില്ലേ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹം പറയാം, എനിക്ക് സ്വർഗം തരാൻ റഹ്മാനായ റബ്ബ് കൂടുതൽ അള്ളാനെ ഓർക്കാൻ ഇസ്തിഗ്ഫാർ നടത്താൻ എന്നവിടെ കിടത്തിയതല്ല. നോക്കൂ നിങ്ങൾ, ആ കഠിനമായ രോഗത്തെ എത്ര സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കപ്പെട്ടത്. നമുക്കും വരാലോ. പക്ഷെ ആ വരുമ്പോ ഈ ദ്വിമുഖത ഇല്ലെങ്കിലും ഉള്ളൂ, അല്ലെങ്കിൽ രണ്ടു മുഖമില്ലാതെ നിഷ്കളങ്കമായി ജീവിച്ചെങ്കിലേ ഇങ്ങനെ പറ്റൂ, അല്ലെങ്കിൽ നിരാശ മാത്രമായിരിക്കും ഫലം. മരണസമയമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മയ്യത്തിന്റെ മരണം ആസന്നമായവന്റെ അടുത്ത് മലക്ക് രണ്ട് രൂപത്തിലാണ് വരിക. ഒന്ന്, അവനൊരു നല്ല ഒരു യാത്രക്കൊരുങ്ങിയ സന്തോഷത്തോടു കൂടിയാണ് ഉണ്ടാവുന്നത്. ഒന്ന് മരിച്ചു കിട്ടിയെങ്കിൽ തന്നെ. കാരണം അവനെ കാത്തിരിക്കുന്നത് ഈ നാട്ടിലെ ഭാര്യ മക്കളോ സുഹൃത്തുക്കളോ ഒന്നല്ല. അവൻ അന്ന് വരെ കാണാൻ കൊതിച്ചു പോയ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കുകളാണ്. മലക്കുൽ മൗത്തിന്റെ ആ സംഘത്തോടൊപ്പം വലിയൊരു സംഘം മലക്കുകൾ അവനെ സ്വീകരിക്കാൻ വന്നിരിക്കാൻ. ഹോസ്പിറ്റൽ കട്ടിലിൽ ആ വെന്റിലേറ്ററിൽ ശ്വാസം വലിച്ചു കിടക്കുമ്പോൾ അങ്ങനെ കാണുക. എന്തൊരു സന്തോഷമായിരിക്കും ആ രംഗം. മലക്കുൽ മൗത്ത് സംസാരിക്കുന്നുണ്ട്, അവനോട് സലാം പറയുന്നുണ്ട്, മറ്റുള്ളവരൊക്കെ ചിരിക്കുന്നുണ്ട്. അവനെ കാത്തിരിക്കാം. അവൻ സ്വർഗത്തിന്റെ സുഗന്ധം ഇങ്ങനെ ശ്വസിക്കാം. അവൻ കാണുന്നുണ്ട് സ്വർഗത്തിലെ പട്ടുറുമാലെ. എന്ത് രസമായിരിക്കും ആ മരണം. എന്തിനാ കാത്തിക്കണേ? അവസാനത്തെ വലിക്കാം. അള്ള വെച്ച ആ ലാസ്റ്റ് സെക്കൻഡിന് വേണ്ടി കാത്തിക്കാം. എന്നിട്ടൊരു യാത്ര ഉണ്ട് സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് ഒന്ന് വായിക്കണം കേട്ടോ. 7 ആകാശങ്ങളിലേക്ക് അവനെ കൊണ്ടുപോകുന്ന. ഒന്നാമത്തെ ആകാശത്തിന്റെ കവാടം മുട്ടി തുറക്കപ്പെടും. മലക്ക് ചോദിക്കും, ആരാണ് ഈ മഹാൻ? ഇന്നാലിന്നവൻ, ഇന്നാലിന്നവൻ. അപ്പാന്റെ പേര് വെച്ച് വിളിക്കപ്പെടുന്ന ഒന്നാമത്തെ കവാടം നമുക്ക് വേണ്ടി തുറക്കപ്പെടും. 2 തുറക്കും, 3 തുറക്കും, 7 ആകാശങ്ങളുടെ കവാടങ്ങൾ തുറക്കും. എന്ത് രസമാണ് ആ യാത്ര. അകമ്പടിയോടുകൂടി റഹ്മാനായ റബ്ബിന്റെ മലക്കുകളുടെ സാന്നിധ്യത്തോടു കൂടി. വിശിഷ്ട അതിഥി ആരാ? നമ്മളാണ്. അള്ളാഹുവിന്റെ അതിഥിയാണ്. തിരിച്ചൊരു യാത്രയുണ്ട്. അപ്പോഴേക്ക് വീട്ടിലെ കരച്ചിലും പുകിലുമൊക്കെ കഴിഞ്ഞ് സുഹൃത്തുക്കൾ ശവമംശമെടുത്ത് പോയിട്ടുണ്ടാകും. ഖബറിലേക്ക് വെക്കപ്പെടും. എല്ലാവരും തസ്ബീഹ് ചൊല്ലി തിരിച്ചു പോരും. നമ്മെ ആർക്കും വേണ്ട, ഭാര്യയ്ക്ക് വേണ്ട, നിർത്തണം, മക്കൾക്ക് വേണ്ട. അവിടെ മലക്കുകൾ വരും, എഴുന്നേൽപ്പിച്ചിരുത്തുമെന്നാൽ സുന്ദരമായ ചോദ്യങ്ങൾ എല്ലാം ഉത്തരം പഠിച്ച് നന്നായി തയ്യാറായി പോയവന്റെ സന്തോഷത്തോടു കൂടി അവൻ പറയും, എൻ്റെ റബ്ബ് അള്ളയാണ്, റസൂൽ ഞാൻ പഠിച്ചിട്ടുണ്ട്, എൻ്റെ റസൂലാണ് പറയുമെന്ന്. പിന്നെന്താ അവിടെ? ഖിയാമത്ത് നാൾ വരെയുള്ള സ്വർഗമാണ് അവിടെ. ഇതിനു വേണ്ടിയൊന്നും ഒരുങ്ങണ്ടേ? നമ്മള് AC ഇല്ലാതെ ജീവിക്കാത്ത ആൾക്കാരാണ്. ഇവിടെ 500 സ്ക്വയർ ഫീറ്റിന്റെ ഉള്ളിൽ അടുക്കളയും ബെഡ്റൂമും സിറ്റ് ഔട്ടും ഒക്കെ ഉള്ള നമ്മൾ വീട്ടിൽ 2000, 2500, 3000 സ്ക്വയർ ഫീറ്റിൽ വീടുണ്ടാക്കി ഒന്ന് സുഖമായി ജീവിക്കാൻ. ഇവിടുന്ന് പോകുമ്പോൾ മണ്ണിന്റെ പുറത്തു നിന്ന് മണ്ണിന്റെ അകത്തേക്കുള്ള ഒരു യാത്ര ഉണ്ട്. ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിപ്പുറത്തേക്ക് ഒരു യാത്ര നടത്തിയവരാണ് നമ്മൾ. അസംഭവമായ ഒരു യാത്രയായിരുന്നു അത്, അല്ലെ? അമ്നിയോട്ടിക് വാട്ടറിൽ നിന്ന് ഓക്സിജൻ സ്വീകരിച്ചവരാണ് നമ്മൾ. ഉമ്മയുടെ പൊക്കിൾ കൊടിയിൽ നിന്ന് ആഹാരം സ്വീകരിച്ചവരാണ്. വല്ലാത്തൊരു ജീവിതമായിരുന്നു 9 മാസം. പുറത്തു വന്നു, മൂക്കിലൂടെ ശ്വസിച്ചു, വായിലൂടെ ഭക്ഷണം കഴിച്ചു, ഒക്കെ ചെയ്തില്ലേ? അത്ഭുതകരമായ ജീവിതമാണ്. 2 ലോകത്ത് നമ്മൾ ജീവിച്ച്. പിന്നെന്താ 3ാമത്തെ ലോകത്തെ കുറിച്ച് ഒരു പേടി. ഖിയാമത്ത് നാൾ വരെ ബർസഖുണ്ട്, ഒരു മറക്ക് പിന്നിൽ സുന്ദരമായ ലോകം. എന്ത് രസമായിരിക്കും ആ ഒരു കാത്തിരിപ്പുണ്ട് സഹോദരങ്ങളെ. മദീന മുനവ്വറയിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി
ഖബർ പിളർന്നെഴുന്നേറ്റ് വരുന്ന ഒരു സുദിനമുണ്ട്. അതിനൊരു കാത്തിരിപ്പ. പിന്നെ വിചാരണ എളുപ്പമാണ്, സിറാത്ത് പാലം എളുപ്പമാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു, സംസാരിക്കുന്നു, അള്ളാഹു ചേർത്ത് പിടിക്കുന്നു. എന്നിട്ട് പറയും, ഇതുണ്ടോ നീ ചെയ്തതാ, ഇതൊക്കെ നീ ചെയ്തതാ. പേടിച്ചു പോകുന്ന പഠിച്ചോനെ, ഇത് കണക്കാക്കിയോ, ഇത് കണക്കിലെടുത്തോ, എന്റെ കാര്യം പോക്കാണല്ലോ. അതാ പറയും, അല്ലടാ, നീ ചെയ്ത നന്മകൾ, നീ ചെയ്ത തോപകൾ, നീ ചെയ്ത ഖുർആൻ പാരായണങ്ങൾ, നീ ചെയ്ത ഇസ്തിഗ്ഫാറുകൾ ഞാനിതാ പരിഗണിച്ചിരിക്കുന്നു, ഒക്കെ പുറത്തു വന്നിരിക്കുന്നു. നീ സ്വർഗത്തിലേക്ക് പോയിക്കോ. എന്തൊരു ആനന്ദമായിരിക്കും സഹോദരങ്ങളെ, അല്ലേ? ബയോപ്സിക്ക് ഒരു സാധനം, ഒരു കഫ് എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു പീസ് എടുത്തിട്ട് അയച്ചിട്ട് ഒരു 15 ദിവസത്തെ ഒരു വെയിറ്റിംഗ് ഉണ്ട്. ആ റിസൾട്ട് വരുമ്പോ ഇല്ലെന്ന് കേൾക്കാൻ നാം ആഗ്രഹിച്ചു പോകും, അല്ലെ? ഉണ്ടെന്ന് കേൾക്കുമ്പോൾ തകർന്നു പോകും. അതിന്റെ ഏറ്റവും അങ്ങേയറ്റത്തെ തകർച്ചയായിരിക്കും മരണാസന്നനായ ഒരു മനുഷ്യന്റെ കഥ. ഈ ദുനിയാവിൽ എന്താ സഹോദരങ്ങളെ കൊണ്ടുവന്നിട്ട് ഇല്ല. അതാണ് അള്ള പറയുന്നത്, ഒരു തഖ്വ, ഒരു ശ്രദ്ധ. അള്ള പറഞ്ഞിടത്ത് നിന്നാൽ എല്ലാം തോന്നും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മരിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. മുമ്പാണ് ഞാൻ ബൈപ്പാസ് ഒക്കെ ചെയ്ത് വളരെ പ്രയാസത്തിൽ കിടക്കുന്ന ഒരാളെ അവിചാരിതമായി സന്ദർശിക്കേണ്ടി വന്നു. അപ്പോൾ ഇങ്ങനെ സന്ദർശിച്ച കൂട്ടത്തിൽ സംസാരിച്ചു. സംസാരിച്ച കൂട്ടത്തിൽ പറഞ്ഞു, എനിക്കൊരു പ്രതീക്ഷ ഇല്ലാതെ. ഞാൻ ചോദിച്ചു, ആരെ കുറിച്ച് എനിക്ക് പ്രതീക്ഷ ഇല്ലാതെ? എനിക്ക് അള്ളാഹിനെ കുറിച്ചൊരു പ്രതീക്ഷ ഇല്ല. എന്തെന്ന് ചോദിച്ചു. ഞാൻ 16-ാമത്തെ വയസ്സിൽ 18 വയസ്സാക്കി ഗൾഫിലേക്ക് പോയ ആളാണ്, അല്ലേ? പണ്ടങ്ങനെയാണല്ലോ, തലവെട്ടിയും പാസ്പോർട്ട് തിരുത്തിയും. എന്നിട്ട് അദ്ദേഹം പറയാം, വക്കാലയിലും മരുഭൂമിയിലും വല്ലാതെ കഷ്ടപ്പെട്ട് പണത്തോട് ആർത്തിമൂത്ത് കഠിനാധ്വാനം ചെയ്ത് കോടികൾ സമ്പാദിച്ചവനായ എൻ്റെ മകളുടെ വിവാഹം കെങ്കേമമായിരുന്നു. ആ നാട്ടിലെ എല്ലാവരും വിളിച്ചിട്ടാണ് ഞാൻ നടത്തിയത്. പക്ഷേ അന്ന് രാത്രി മകളെ പുതുമണവാളൻ്റെ കൂടെ പറഞ്ഞയച്ച് ഞാനും ഭാര്യയും സന്തോഷം പങ്കിടുമ്പോൾ ഞാൻ ബാത്റൂമിൽ പോയി മൂത്രമൊഴിച്ചപ്പോൾ ഒന്നിച്ച് രക്തം വന്നു. ഞാൻ അന്നാണ് പരിശോധിച്ചതാണ്, ഒരു രക്ഷയില്ലെന്ന് ഡോക്ടർ പറഞ്ഞത്. ഒക്കെ ചെയ്തിട്ടും ഇനി തിരിച്ച് നടക്കൂല. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, തിരിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല, സാധുക്കളെ സഹായിച്ചു, എൻ്റെ കണ്ണിന് മുമ്പിൽ ആരും ഉണ്ടായിരുന്നില്ല, എൻ്റെ സ്വത്ത് മാത്രമായിരുന്നു പറഞ്ഞു. എനിക്ക് തിരിച്ചു നടക്കാൻ പറ്റുമെന്ന് അയാൾ ചോദിച്ചത്. നമുക്ക് എന്താ സന്തോഷം പറയരുത്? പറ്റുന്ന ഈ കിടപ്പിൽ നിങ്ങൾ പറഞ്ഞോളി. സക്രാത്തിന്റെ വലിക്കുന്നതിന് മുമ്പ് അള്ളാഹിനോട് ചോദിച്ച് കിട്ടുന്ന സഹോദരങ്ങളെ, ആ മനുഷ്യന്റെ കണ്ണിൽ കണ്ട തിളക്കണ്ടല്ലോ, അതൊരു വല്ലാത്ത തിളക്കായിരുന്നു. അത്രേ ഉള്ളൂ നമ്മളൊക്കെ. എന്നിട്ട് അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ അവിടെ നമ്മളുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂൽ പറയാ, ഈ ഹദീസ് നിങ്ങൾ കേട്ടിട്ടില്ലേ? 5 വരുന്നതിന് മുമ്പ് 5 നിങ്ങൾ ശ്രദ്ധിക്കണം. 5 വരും, 5 നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ 10 വരുന്നല്ലേ കത്ത്, അല്ലേ? 10 അവസ്ഥകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിൽ ഏതൊക്കെ അവസ്ഥ ഉണ്ടെന്ന് ആലോചിച്ചോളി. ഒന്ന് പറഞ്ഞു, ഷബാബക്, നിന്റെ യുവത്വം, ഖബ്ല ഹറമിക്, നിന്റെ വാർദ്ധക്യത്തിന് മുമ്പ് നിന്റെ യുവത്വം. സഹോദരങ്ങളെ, വാർദ്ധക്യം വരുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തിരിച്ചറിയാൻ, അല്ലേ? താടി നിരക്കും, ഇവിടെ നിരക്കും, അതിവിടെ ഇങ്ങനെ നിരക്കും. ഉമർ ബിൻ ഖത്താബിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം കൂടെ ഒരാളെ കൊണ്ടുവന്നിരുന്നു. എന്തിനാണ്? ഉമർ ഒന്ന് പൊളഞ്ഞാൽ, ഒന്ന് സന്തോഷം പ്രകടിപ്പിച്ചാൽ ഉമറെ മരിക്കൂട്ടോ എന്ന് പറയാൻ. അത്ര പേടിയാണ് ഉമർ ബിൻ ഖത്താബിന്. ഇത് വല്ലാതെ സന്തോഷിച്ചു പോയാലേ അടുത്തുള്ളവരെന്താ പറയും? മരിക്കൂട്ടോ. അപ്പൊ ഉറങ്ങുന്നു, തിരിച്ചു നടക്കുന്ന നോക്കി. അവർക്കൊരു സൂക്ഷ്മത. ഞാനും നിങ്ങളൊക്കെ ഈ മൊബൈലിൽ കണ്ടു തള്ളുന്ന തമാശകൾക്ക് വല്ല കാണും. റീൽസിന്റെ ലോകത്താണ് ഞാനും നിങ്ങളും എല്ലാവരും. അള്ളാഹു കാക്കുമാറാവട്ടെ. അതിന്റെ ഇടയിലാണ് ശ്വാസം നിലച്ച എന്താ സുഹൃത്തുക്കളെ അവസ്ഥ.
ആ ഉമറിൽ അവൻ്റെ താടി ഇങ്ങനെ നരച്ചു തുടങ്ങി പറഞ്ഞു, ഇജു വേണ്ട, എനിക്കിത് മതി. ഞാൻ നോക്കും, നരച്ചു പോകാനായി. ശ്രദ്ധിക്കണം കേട്ടോ. ശബാബക ഖബ്ല ഹറമിക, വാർദ്ധക്യം വരുന്നതിന് മുമ്പ്, നീ രോഗിയായിത്തീരുന്നു, നീ ഒരു വൃദ്ധനായിത്തീരുന്നതിന് മുമ്പ്, നിന്റെ മസിലുകളൊക്കെ ഒന്ന് ബലം കുറഞ്ഞ് തൂങ്ങാൻ തുടങ്ങുന്നതിന് മുമ്പ്, നിന്റെ കണ്ണിന്റെ കാഴ്ചകൾ മങ്ങിത്തുടങ്ങുന്നതിന് മുമ്പ്, നിന്റെ ബുദ്ധി മറവിയുടെ ലോകത്തേക്ക് സഞ്ചരിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ആവാന്ന് വെക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വസിഹത്തിക ഖബ്ല സഖമിക, നീ വലിയ തുള്ളിച്ചാടുന്നുണ്ടല്ലോ, ആരോഗ്യമുണ്ടെന്ന് പറയണ്ടല്ലോ, അത് രോഗം വരുന്നതിന് മുമ്പുള്ള അവസ്ഥ. നിനക്ക് രോഗം വരും. ആ രോഗം വരുന്നതിന് മുമ്പുള്ള ആരോഗ്യത്തെ നീ നന്നായി പരിപാലിക്കണം. നീ എന്നും ധന്യനാണ് എന്ന് വിചാരിക്കേണ്ട. നിനക്ക് ദാരിദ്ര്യം വരും. ആ ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് സക്കാത്ത് കൊടുക്കാനും, യതീമിനെ കണ്ടുമുട്ടാനും, അനാഥകളെ സംരക്ഷിക്കാനും, വിധവകൾക്ക് വീടൊരുക്കാനും നീ ഉണ്ടായിട്ടുണ്ടോ? നിന്റെ റിയാലുകൾ നിന്റെ പോക്കറ്റിൽ നിറഞ്ഞൊരു കാലം ഉണ്ടായിരുന്നു. അന്ന് നീ എത്ര പേരുടെ കൂടെ സഞ്ചരിച്ചു? നിന്റെ വീട്ടിലെ നാട്ടിലെ പള്ളി, മദ്രസ നീ എത്ര സംരക്ഷിച്ചു? എല്ലാം ഇടയ്ക്ക് പിടിക്കാനുള്ള തിരക്കായിരുന്നു അല്ലേ? ഞാൻ കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടുമോ? ഇന്നും നിൽക്കുന്ന പിരിവന്നെ, ചോദ്യത്തോട് ചോദ്യം അല്ലേ? ഞാൻ ഏതായാലും പിരിക്കണില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ സ്ലൈസ് സെൻ്ററിക്കാണ് വരിക. എന്നാലും കാണുമ്പോൾ തന്നെ നാട്ടിലേക്ക് ഫോൺ കൂടി വരും, ടി കെ അഷ്റഫിൻ്റെ കത്തുണ്ടോ ചോദിക്കും. ഉണ്ട്. ആ എന്നാൽ പിന്നെ ആ വാതിലടഞ്ഞ് ഇല്ല എന്നാണ് പുറത്താക്കാം. ഇനി ഉണ്ട്. ആ ഞാൻ ആരൊക്കെ പറഞ്ഞു കൊടുക്കണം? വേണ്ട, നമ്മൾ അല്ലേ എന്തൊരു മടി. നമ്മളൊരു 10 റിയാൽ കൊടുത്ത്, 100 റിയാൽ കൊടുത്ത്, 500 റിയാൽ കൊടുത്ത് ആ സാധനം പറഞ്ഞയക്കുമ്പോൾ എന്താ ഗുണമെന്നറിയും? നാട്ടിൽ മദ്രസ അവിടെ നന്നായി നടക്കുന്നുണ്ടാവും, ഒരു പള്ളി നടക്കുന്നുണ്ടാവും. ഇത് സഹോദരങ്ങളെ അക്കൗണ്ടാണ്. നിങ്ങൾക്ക് ഇവിടെ അക്കൗണ്ട് ഉണ്ടാവും, നാട്ടിൽ എന്നാലും അക്കൗണ്ട് ഉണ്ടാവും. അതിക്ക് റിയാൽ ചാടുന്ന അക്ലിന്നില്ല അല്ലേ? 2-ാം തീയതി ആ അക്കൗണ്ടിൽ ഇങ്ങനെ റിയാൽ വന്നു പോണ എന്തൊരു സന്തോഷമാണ്. എനിക്കുണ്ടാ സന്തോഷം. നാട്ടിൽ ഞങ്ങൾ 2-ാം തീയതി കാത്തിരിക്കും. പിന്നെ ATM ഇങ്ങനെ വയ്ക്കണ്ടേ 500, 1000. കാരണം അത് വന്നെങ്കിൽ ജീവിക്കാൻ പറ്റും. ആ പൈസ ഇടുന്ന പോലെ അതിൽ നിന്നൊരു വിഹിതം എടുത്തിട്ട് നാട്ടിലെ പള്ളിക്ക്, മദ്രസക്ക്, നമ്മുടെ സമ്മേളനത്തിന്, ദഅവാ ഫണ്ടിന്, കുട്ടികളുടെ എഴുത് കിസ്വക്ക് ലേശങ്ങനെ കൊടുത്തു നോക്കി. അവർ അക്കൗണ്ടാണ്. അള്ളാന്റെ അക്കൗണ്ടിന് പ്രത്യേകത ഉണ്ട്. മിനിമം 10, 1-ന് 10. അള്ളാന്റെ അക്കൗണ്ട് അങ്ങനെ. അള്ളാന്റെ അക്കൗണ്ട് 1 ഉറുപ്പിക ഇട്ടോ 10 ഉറുപ്പിക. ഒന്ന് കുളിച്ചു നോക്കി. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ചിന്തകൾക്ക് വേണ്ടി പറഞ്ഞത് മാത്രം. നിന്റെ ജീവിതത്തിലേക്ക് ഈ ദാരിദ്ര്യം എങ്ങനെ വരികയെന്ന് അറിയില്ലേ? ചിലപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് മുഴുവൻ വെക്കേണ്ടത് മക്കൾക്ക് വേണ്ടിയാവും. ഓരോ രോഗം വന്നു പറയും, ഉമ്മാക്ക് വേണ്ടിയാവും, ഉപ്പാക്ക് വേണ്ടിയാവും. തൊലഞ്ഞ് അവിടെ പോകും ചിലപ്പോൾ. കാരണം എന്തായാലും നമ്മളെ സഹായിക്കൂല. ഓൻ ഗൾഫിലാണ്. ഓന് ഗൾഫിലാണ്. ഓലെ 8-5 അവിടെ കട ഇതൊക്കെയാണ്. നമ്മളെന്തിനോലെ സഹായിക്കണം. നമ്മൾ അഭിമാനികളാണ്. ഒക്കെ വിറ്റ് അങ്ങോട്ട് ചികിത്സിക്കും. ഒന്നും തിരിച്ചു കിട്ടാൻ ബർക്കത്ത് വേണം. ചെലവാക്കണിലും ഉണ്ടാകണിലും ബർക്കത്ത് വേണോ? നമ്മൾ എന്ത് ചെയ്യണം? ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് ധന്യതയെ പ്രയോജനപ്പെടുത്താം. സക്കാത്ത് കൊടുക്കണം, ദാനം ചെയ്യണം എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. നിനക്ക് തിരക്ക് വരും. നീ ജോലി തിരക്കല്ല, കുടുംബത്തിലെ തിരക്കുകൾ, മറ്റു തിരക്കുകൾ വരും. നിനക്ക് ഒഴിവ് സമയമുണ്ടോ? അവിടെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഖുർആൻ പരിഭാഷ കൊണ്ടുപോയി കൊടുക്കാൻ ഒരു 15-ാമത്തെ നിലയിൽ പോയി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആന്റെ ഒരു പരിഭാഷ ഒരു സുന്നി സുഹൃത്തിന് കൊടുത്താൽ, ഒരു അമുസ്ലിം സുഹൃത്തിന് കൊടുത്താൽ, ഓനൊന്ന് ഖുർആൻ ക്ലാസ്സിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന് ഈ ഹാളിലൊന്ന് ഇരുത്തിയാൽ, അവനൊരു ചായ കൊടുത്താൽ, അവനൊരു ആയത്ത് കേട്ട് തിരിച്ചു പോയി, പടച്ചോനെ ശിർക്കാണല്ലോ അല്ലേ, ബിദ്അത്താണല്ലോ അല്ലേ, അവൻ്റെ നിസ്കാരം ഒന്ന് നന്നായാൽ അത് മതി. നിന്റെ ഒഴിവ് സമയത്തെ ഒന്ന് ചിട്ടപ്പെടുത്തു. ഒഴിവ് സമയം എന്താ? AC ഒന്നുകൂടി ഒന്ന് കൂളാക്കിയിട്ട് അല്ലേ, ഒന്നാണ് ചുരുണ്ട് കടന്നിട്ട് ഒരു പകൽ
48 മണിക്കൂറും 8 മണിക്കൂറും 6 മണിക്കൂറും ഉറങ്ങന്നെ ഉണ്ടോ? അങ്ങനെയാണോ നിങ്ങൾ ഒഴിവ് സമയം? അള്ളാഹു കാക്കുമാറാവട്ടെ. മരിക്കണിന് മുമ്പ് നിന്റെ ജീവിതത്തെ നീ നന്നായി പ്രയോജനപ്പെടുത്താം. 10 അവസ്ഥയാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ഒന്ന് പ്ലസ് ആണ്, ഒന്ന് മൈനസ് ആണ്. രണ്ടും അനുഗ്രഹമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം. ഒന്ന് മാത്രമല്ല, രണ്ടും. ഹയാത്തും മൗത്തും, രോഗവും ആരോഗ്യവും, ധനവും ദാരിദ്ര്യവും, യുവത്വവും വാർദ്ധക്യവും, ഫുള്ള് പ്ലസ്സാണ് നമ്മൾ. അള്ളാഹു അനുഗ്രഹിക്കുമാറാണ്. ചിന്തിച്ചല്ലോ, നിരാശകര വകുപ്പിലെ സുഹൃത്തുക്കളെ, എന്തെത്ര ഗൗരവം എന്നറിയങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ മരണം അത്ര അടുത്തായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ, പിന്നെ വത്തുഖാ വൽ അഫാഫ വൽ ഗിനാ. നമുക്കറിയില്ലേ പ്രാർത്ഥന? എപ്പോഴും പ്രാർത്ഥിക്കണം. പടച്ചോനെ, ഞാൻ എന്നോട് ഹിദായത്ത് ചോദിക്കാതെ ചോർന്നു പോകും, എൻ്റെ നേർമാർഗം ചോർന്നു പോകും. പടച്ചോനെ, എൻ്റെ തഖ്വ അതില്ലാതെയായി പോകും. പടച്ചോനെ, അതിനൊരു തെറ്റ് മതി, ഒരു പ്രയാസമുള്ള ഒരു കാര്യം ചെയ്താൽ മതി, പിന്നെ എനിക്ക് തഖ്വ തിരിച്ചു കിട്ടിക്കൊള്ളണമെന്നില്ല. വൽ അഫാഫ, ആഫിയത്ത്, ഒരു സിഹത്ത്, എല്ലാ കാര്യത്തെയും ആരോഗ്യപ്രദമായി ചിന്തിക്കാനുള്ള കഴിവ്. അതാണ് ആ വാക്കിനർത്ഥം. നല്ല ചിന്ത, നല്ല ആരോഗ്യം, നല്ല പ്രവർത്തനം, എന്തിനു മുന്നിൽ നടക്കാനുള്ള തൻ്റെ ഇടം, ഹക്കിന്റെ കൂടെ നിൽക്കാനുള്ള, അതാണ് ആഫിയത്ത്. അവസാനം പറഞ്ഞ എന്താ? വൽ ഗിനാ. എന്താ? എല്ലാ അർത്ഥത്തിലുമുള്ള സംരക്ഷണവും ഔദാര്യവും എല്ലാം മകാലും നമുക്ക് കിട്ടണം. ഒന്ന് നഷ്ടപ്പെടും. ഇത് പ്രാർത്ഥിക്കാറുണ്ടോ സഹോദരങ്ങളെ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. ഇന്ന് പ്രാർത്ഥിച്ചോ. മനസ്സിങ്ങനെ ആടാണ്. രാവിലെ മനസ്സല്ല ഉച്ചക്ക്, ഉച്ചക്കുള്ള മനസ്സല്ല വൈകുന്നേരം, വൈകുന്നേരം മനസ്സല്ല രാത്രി. മാടിക്കളിക്കുക. പടച്ചോനെ, ഇതിനെങ്ങനെ നിർത്തണം കേട്ടോ വിജയ്. എവിടെ ആടിയാലും ആ സ്റ്റേബിളായി നിൽക്കുമ്പോൾ ദീനിലായിരിക്കണം എന്ന് നമ്മൾ അറിയണം. മറ്റൊന്ന് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ഈമാൻ എന്ത് ചെയ്യും? തുണി ദ്രവിക്കുന്നത് പോലെ ദ്രവിക്കുന്നത്. അത്ര നമ്മൾ വിചാരിക്കുന്ന സഹോദരൻ, ഇതൊക്കെ എന്നും നിലനിൽക്കുന്നത്. എന്തിനാ റമളാൻ മാസം വന്നത്? എന്തിനാ ഹജ്ജ് വന്നത്? എന്തിനാ ഉംറ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്? എല്ലാം എന്തിനാ? അത് നമ്മളെ ഈമാനിനെ അത് നന്നാക്കി എടുക്കുവാൻ. അതിനെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളെ ദീനിനെ നിങ്ങൾ എന്ത് ചെയ്യണം? വസ്തഗ്ഫിറു വസ്തഈനു. ഇതൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വാക്കുകളാണ്. നിങ്ങൾ കഠിനമായ പരിശ്രമം അതിനു വേണ്ടി നിങ്ങൾ ഉണ്ടാക്കണം. അതിന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് നിസ്കാരമാണ്. നിസ്കാരത്തെ ശ്രദ്ധിക്കുക, ജമാഅത്ത് നഷ്ടപ്പെടാതിരിക്കുക, റവാത്തിബ് സുന്നത്തുകൾ ചിട്ടയായി കൊണ്ടെടുക്കുക. തഹജ്ജുദില്ലാത്തൊരു ദിവസം ഉണ്ടാവരുത്. ഒന്ന് ജീവിച്ചു നോക്ക്. വല്ലാത്തൊരു ആശ്വാസം അള്ളാഹു നമുക്ക് നൽകും. ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്. മനുഷ്യരിൽ നിന്ന് അള്ളാഹ്ക്ക് ചില അഹ്ലുകാരുണ്ട്. നമുക്ക് നാട്ടിൽ പോയ MLA നമ്മളെ കാണുമ്പോൾ ഹായ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് പെരുന്നാളായി അല്ലേ? അന്ന് ഇലക്ഷന് നമ്മളൊന്ന് ഒപ്പം നടന്നതിൻ്റെ ഒരു ഗുണം പോകാൻ കാണിക്കണ്ടേ? നമ്മളെ കണ്ട ഇവിടുന്ന് ചിരിക്കും. MP ഒന്ന് വണ്ടി നിർത്തിയിട്ട് എപ്പോഴേക്ക് വന്നു എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നമ്മളെ കഥ. ഇതൊരു സന്തോഷമാണ്. അള്ളാഹ് പറയാം, അള്ളാഹ്ക്ക് ചില ആളുകളുണ്ട്, അള്ളാഹിന്റെ സ്പെഷ്യൽ കാറ്റഗറി, അള്ളാഹിന്റെ സ്പെഷ്യലിസ്റ്റുകൾ, അള്ളാഹിന്റെ സ്പെഷ്യൽ ആളുകൾ. ആരാന്നറിയങ്ങള്? സഹാബത്ത് കൂട്ടാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ ഹും? ആരാ റസൂൽ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഹും അഹ്ലുൽ ഖുർആൻ. അള്ളാഹിന്റെ ഖുർആനിന്റെ ആളുകളാണ്. അഹ്ലുല്ലാഹിൽ ഖാസ, അവർ അള്ളാഹുവിന്റെ സ്പെഷ്യൽ ആളുകളാണ്. ഇന്ന് ഖുർആൻ ഓതിയോ? ഇന്ന് സൂറത്തുൽ കഹ്ഫ് മുഴുവൻ ഓതിയോ? ഇല്ല, തിരക്കിന്റെ അടിയില്ലേ? ആ ജുമാക്ക് ഇറങ്ങാനായിട്ട് എത്തി അല്ലേ? ഓതില്ല. അള്ളാഹിന്റെ സ്പെഷ്യൽ ടീമിൽ പെടണോ? ഇന്ന് സൂറത്തുൽ കഹ്ഫ് ഓതാം. ഒരു 25 മിനിറ്റ് ഉണ്ടെങ്കിൽ കിട്ടണ കൂലിയാണ്. എന്ന് സുബഹിക്ക് ശേഷം. സഹോദരങ്ങളെ, ആത്മാർത്ഥമായിട്ട് പറയട്ടോ,
നിങ്ങൾ ഒറ്റക്കാണ് താമസിക്കണമെങ്കിൽ നിർബന്ധം ചെയ്യണം. നിങ്ങൾ അമാനി മൗലവിയുടെ പരിഭാഷ സ്വന്തമായിട്ട് ഇപ്പോൾ ഫോണിൽ കിട്ടുമല്ലോ, 5 പേജ് അല്ലെങ്കിൽ 5 ആയത്ത് ഡയലി നിങ്ങളൊന്ന് അതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കാൻ ഒരു അരമണിക്കൂർ രാവിലെ ചെലവഴിക്കും. 5 കൊല്ലം കൊണ്ട് അമാനി മൗലവിയുടെ പരിഭാഷ മുഴുവൻ വായിച്ചു തീർക്കാൻ പറ്റും. എത്ര 5 കടന്നുപോയി? 45 ആയില്ലേ? 50 ആയില്ലേ? 55 ആയില്ലേ? കേരളത്തിൽ മലയാളത്തിൽ ഏറ്റവും നല്ല സലഫ് സ്വാലിഹീങ്ങളുടെ യഥാർത്ഥ വിവരണമുള്ള ചെറിയ സ്ഖലിതങ്ങളൊക്കെ മാനസികമായി ഉണ്ടെങ്കിലും പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാവുന്ന വഴി തെറ്റാത്തൊരു ഗ്രന്ഥമാണത്. വായിച്ചോ. അത് ചോദിക്കൂലേ, എടാ അനക്ക് 60 തന്നിട്ട് 5 ഉപയോഗിച്ചു. നിന്റെ മുമ്പിൽ അമാനി മൗലവിന്റെ പരിഭാഷ ഷെൽഫിൽ ഇങ്ങനെ കാണുമ്പോൾ എപ്പോഴും പഠിച്ചത് ഞാൻ ഇസ്ലാഹി സെന്റർ ഭാരവാഹിയായിട്ട് പോലും എൻ്റെ മുഖപോലും പോലും വായിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും ഒരു കുറ്റബോധം തോന്നിക്കണം നിങ്ങൾക്ക്? തോന്നിക്കണമെങ്കിൽ ഈ മാറ്റതാണ്. അല്ല ഇതിങ്ങനെ നാട്ടുകാർക്ക് ഇങ്ങനെ ഓരോ പരിപാടി വെച്ച് നാട്ടുകാരെന്നാവാൻ വേണ്ടി നടക്കണം. ഒന്നിങ്ങനെ ഈ കൈ ഇങ്ങനത്തെ പിടിച്ചു നോക്കി, അപ്പം അറിയും നമ്മുടെ ദുർബലത. കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞത്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആളുകളായി നമ്മൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകൾ. മറ്റൊന്ന് സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കണം. ജീവിതം പെട്ടെന്ന് അങ്ങ് അവസാനിക്കും. കൊൽ ഇന്നൽ മൗത്തല്ലദീ തഫിറൂന മിൻഹു. നിങ്ങൾ ഓടി അകലുന്ന മരണമുണ്ടല്ലോ, ഫഇന്നഹു മുലാഖിക്കും. കണ്ടുമുട്ടും, ഒരു സംശയവും വേണ്ട. അത് ചിലപ്പോൾ ഭാര്യനെ കണ്ടുമുട്ടാൻ പറ്റിയിട്ടാണോ, മുപ്പിയും എഴുത്തുണ്ടായിട്ടാണോ അറിയില്ല. അത് എയർപോർട്ടിൽ നിന്നാണോ അറിയില്ല. കഴിഞ്ഞ ദിവസം നമ്മൾക്ക് യാത്ര വന്നപ്പോൾ വളരെ ആരോഗ്യത്തോടു കൂടി ഫ്ലൈറ്റിൽ ബിസിനസ് ക്ലാസ്സിൽ ഇരുന്നൊരു മലയാളി പെട്ടെന്ന് കുഴഞ്ഞു പോകുന്നു. അടിയന്തരമായിട്ട് റിയാദ് എയർപോർട്ടിൽ ഇറക്കി. ഞങ്ങളെല്ലാവരും സ്വീപ്പായി. എന്തേ ഓൻ വിചാരിച്ചതാണ് ഇവിടെ വന്ന് കുറെ ജോലിയൊക്കെ ചെയ്യണം, അതാക്കണം, ഇതാക്കണം, എന്തൊക്കെ സ്വപ്നങ്ങൾ ഉണ്ടാവും. ആ അത്ര സന്തോഷത്തോടു കൂടി വന്ന മനുഷ്യന് സെക്കൻഡ് മതി. എന്തായിന്നറിയില്ല. പെട്ടെന്ന് ഇറങ്ങി അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. നമ്മൾക്കൊക്കെ അങ്ങനെ തന്നെയല്ലേ? നമ്മളിങ്ങനെ വിചാരിക്കും വല്ലാത്തൊരു ലോകത്താണ് ഇതൊക്കെ നടക്കും. അതാണ് അള്ള പറഞ്ഞത്, മുലാഖിക്കും. നിങ്ങൾ ആഗ്രഹിക്കണ്ട, നിങ്ങൾ എത്തിക്ക് വരുന്ന ആഗ്രഹം. നിങ്ങൾ തെരഞ്ഞു വരുന്ന, നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾ അന്വേഷിച്ചെത്തും. നിങ്ങൾ എത്ര ഓടി ഒളിച്ചാലും. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, സുമ്മ തുറത്തൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദ. ദൃശ്യവും അദൃശ്യവും രഹസ്യവും പരസ്യവും അറിയുന്ന അള്ളാന്റെ കോടതിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് ചെയ്തതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് കാണിച്ചു തരും. ഒന്നും നിഷേധിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. രഹസ്യമായി പരസ്യമായി നിങ്ങൾ ചെയ്തതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുവന്നു തരും. സഹോദരങ്ങളെ, ഇന്നിവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് നന്മയിൽ ജീവിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അത് നമ്മെ നന്മയിൽ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം. അലൈക്കും അൽ ജമാഅ, അലൈക്കും ബിൽ ജമാഅ. നിങ്ങൾക്ക് ജമാഅത്ത് നിർബന്ധമാണ്. ജമാഅത്താണ് കൂട്ടുന്നത്, സംഘമായിരിക്കണം. വഇയ്യാകും വൽ ഫുർഖ. ഒറ്റപ്പെടുന്നതിൽ നമ്മൾ സൂക്ഷിക്കണം. ഒറ്റപ്പെടുന്ന എന്നാലേ ഒരു ബെഡ് സ്പേസിൽ നമ്മൾ ഒറ്റപ്പെടും, ഓഫീസിൽ നമ്മൾ ഒറ്റപ്പെടും, നമ്മുടെ കമ്പനിയിൽ നമ്മൾ ഒറ്റപ്പെടും, നമ്മുടെ ബക്കാലയിൽ നമ്മൾ ഒറ്റപ്പെടും. ആരും നമ്മൾ നോക്കൂല, ആരും നമ്മൾ നിയന്ത്രിക്കൂല. ഷുവർ, നമ്മൾ ഒറ്റക്കാലം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളെ കാര്യത്തിൽ ആരും ഇടപെടാതെ ഒറ്റക്കായി. അത് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് റസൂൽ പറഞ്ഞു. ഫഇന്ന ശൈത്വാന മഅൽ വാഹിദ്. ഒറ്റക്കായവന്റെ കൂടെ പിശാച് ഉണ്ട്. വഹുമൻ ഇത്നൈൻ അബ്അദ്. രണ്ടാളുണ്ടോ അവൻ വിട്ടകന്നു പോകും. ഇതെന്തിനാണ്? നമുക്ക് രക്ഷപ്പെടാനാണ്. ഒറ്റക്കാവില്ല. ഇവിടെ നമ്മൾ ചേർന്നിരിക്കണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ചേർന്നിരിക്കണം. ദീനിന്റെ എല്ലാ ഹലാവത്തിലും നമ്മൾ ഉണ്ടാവണം. ഈ ഹദീസിന്റെ അവസാനം എന്താ അറിയോ? അത് ഞാൻ ആദ്യം പറഞ്ഞ വാചകത്തിന് മറുപടിയാണ്. മൻ അറാദ ബുഹ്ബൂഹത്തൽ ജന്ന. ബുഹ്ബൂഹത്താണ് എന്താ നിങ്ങളെ? ജന്നാത്തുൽ ഫിർദൗസ്.
സ്വർഗത്തിന്റെ നടുത്തളം. ആരെങ്കിലും ജീവിതം കൊണ്ട് സ്വർഗത്തിന്റെ നടുത്തളം ആഗ്രഹിക്കുന്നുവെങ്കിൽ ജമാഅത്ത് നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിക് സെന്റർ ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് വിസ്റ്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഉണ്ടാക്കിയത്, അതിനാ യൂത്ത് ഉണ്ടാക്കിയത്, അതിനാ സ്റ്റുഡൻസ് ഉണ്ടാക്കിയത്. നമ്മൾ ചേർത്ത് പിടിക്കണം, നമ്മുടെ മക്കളെ, ഭാര്യയെ ചേർത്ത് പിടിക്കണം, സുഹൃത്തുക്കളെ ചേർത്ത് പിടിക്കണം. എന്തിനൊരു സ്വർഗത്തിന്റെ നടുത്തളത്തിൽ സന്തോഷത്തോടു കൂടിയേക്കാൻ നമ്മൾ പഠിച്ച് മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ. ഒറ്റപ്പെട്ടു പോകരുത്. എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, വമൻ സറത്തുഹു ഹസന, അവൻ ചെയ്ത നന്മകൾ അവനെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിന്റെ നടുത്തളത്തിലുണ്ടാകും. അവൻ ചെയ്ത തിന്മകൾ അവന്റെ നെരിപ്പോട് പോലെ അവന്റെ മനസ്സിൽ കത്തിജ്വലിക്കുന്നുവെങ്കിൽ, അവനെ വേദനിപ്പിക്കുന്നുവെങ്കിൽ, അതാണ് മുഅ്മിൻ. അങ്ങനെ ഓർക്കും, ചോനെ തെറ്റ് ചെയ്തിരിക്കണല്ലോ, ഓടി വരും പള്ളിയിലേക്ക്, ഓടി വരും ഇസ്ലാമിക് സെന്ററിലേക്ക്. നേർപ്പത ചേർക്കണോ, പിരിവ് നടത്തണോ, ക്ലാസ് വെക്കണോ, ഫണ്ട് ഉണ്ടാക്കണോ, ഉമ്മറക്കാളെ കൊണ്ടുപോകണോ, നാട്ടിക്ക് പൈസ കൊടുക്കണോ, വയൽ വെക്കണോ, അങ്ങനെ ആലോചിക്കും. കാരണം തരും അവന്റെ നെരിപ്പോടില് അവൻ ചെയ്തു പോയ തെറ്റാണോ അവനെ വേദനിപ്പിക്കും, പരിഹാരമാണോ എന്ന് അന്വേഷിക്കണേ, നിഷ്ക്രിയത്വമല്ല. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, ജീവിതത്തിൽ അത്രമാത്രം ഔന്നിത്യത്തോടു കൂടി നമ്മൾ കാണണം. പിന്നെ നിങ്ങളിവിടെ പ്രവാസികളാണ്, നാട്ടിലുള്ള ബന്ധങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ മുറിച്ചു കളയണ്ട. പലരും ഗൾഫ് ഒരു സുരക്ഷയായി കരുതലുണ്ട്. നാട്ടിൽ നിന്ന് വിളി മാത്രം അറ്റൻഡ് ചെയ്താൽ മതി, ഒന്നും അറ്റൻഡ് ചെയ്യണ്ടല്ലോ. ഉമ്മാനിപ്പാനൊക്കെ അഞ്ചന്മാരെ നോക്കോളും, പെങ്ങളെ നോക്കോളും. ഞാനിങ്ങനെ ഇടക്കിടക്ക് ഉമ്മാന്ന് വിളിച്ച അല്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ മിൻ മുഅ്മിനിൻ ലഹു അബവാനി, അവന് മാതാപിതാക്കൾ ഉണ്ടായി, എന്നിട്ട് അവന്റെ രാവും വൈകുന്നേരവും ഒക്കെ വഹുവ മുഹ്സിനുൻ ഇലൈഹി, അവരോട് രണ്ടാളോട് മുഹ്സിനായിക്കൊണ്ടാണ് അവൻ ജീവിച്ചതെങ്കിൽ, മുഹ്സിൻ എന്ന സുകൃതം ചെയ്തവനാണ് അവൻ ജീവിച്ചതെങ്കിൽ, ഇല്ല ഫതഹല്ലാഹു ലഹു ബാബൈനി മിനൽ ജന്ന, അവൻ അല്ലാഹു സ്വർഗ്ഗത്തിലെ 2 ബാബുകൾ തുറന്നു കൊടുക്കുന്നതാണ്. പിന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ എപ്പോഴേലും ഒരു മഗ്‌രിബ് നിസ്കരിച്ചിട്ടുള്ള ഇരിക്കണേ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ പറഞ്ഞു. നമ്മളെ കണ്ണില് നമ്മളെ ചുക്കിച്ചുളിഞ്ഞ വാപ്പാന്റെ മുഖം വന്നോ, ഉമ്മ വന്നോ, രോഗിയായി കിടക്കണ ഉമ്മ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അല്ല, കച്ചവടത്തിലെ തിരക്കും ഒക്കെ അവിടെ 5 ഏൽപ്പിച്ചു പോകും, ഇടയ്ക്കൊരു അക്കൗണ്ടിൽ നിന്ന് 10,000 എടുത്തോ, 1,00,000 എടുത്ത് ചിലപ്പോൾ കൊണ്ടേക്കോ, അങ്ങനെയാണോ? അത് മാറണം, എല്ലാ അർത്ഥത്തിലും മാറണം. നിങ്ങൾക്ക് എത്താൻ പറ്റുമെങ്കിൽ എത്തണം, കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ കൊണ്ടുവരണം, നിരന്തരം വിളിക്കണം, ആശ്വസിപ്പിക്കണം. ആ അർത്ഥത്തിൽ നിങ്ങൾ ഇവിടെയാണെങ്കിലും അവിടെ നിൽക്കുന്ന മനസ്സുണ്ടാവണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ സഹോദരങ്ങളെ, വലിയ സൗഭാഗ്യമാണ് മാതാപിതാക്കൾ, ബന്ധങ്ങൾ, ജ്യേഷ്ഠാനുജന്മാർ, അയൽവാസികൾ എല്ലാം പവിത്രമായി നമ്മൾ കൊണ്ടെടുക്കണം. അയൽവാസികളെ കുറിച്ച് എന്താണ് റസൂൽ പറഞ്ഞത്? ജിബ്രീലെ അനന്തര സ്വത്ത് കൊടുക്കാൻ പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു പോയി. അത്രമാത്രം. അവിടെ അയൽവാസിക്ക് ഒരു 2 അടി വിട്ടുകൊടുത്താൽ ഓൻ്റെ കാറാണ് പെരേക്ക് നമ്മൾ കൊടുക്കൂല. ഞാനേ ഗൾഫില് അത്രമാത്രം അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയ സ്ഥലത്ത് കണക്ക് 2 അടിയോ തരൂല. നമ്മളെ മതി ആ അയൽവാസിക്ക് പ്രയാസം ഉണ്ടാക്കാൻ ഉണ്ടോ? അല്ല സ്വീകരിക്കൂല കേട്ടോ, അല്ല സ്വീകരിക്കൂല. ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ട് ഒരു മുഅ്മിനായി മുത്തഖിയായി നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്പോഴാണ് സഹോദരങ്ങളെ അല്ലാഹുവിന്റെ റസൂൽ ഉസ്വത്തുൻ ഹസന എന്ന് പറഞ്ഞില്ലേ, ഉത്തമ മാതൃകയുണ്ട്. നമ്മളിലും നമ്മുടെ നാട്ടുകാർക്കും അയൽവാസികൾക്കും ബന്ധുക്കൾക്കും ഉത്തമമായ മാതൃകയുണ്ടാവണം. നമ്മുടെ വിശ്വാസം കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടെ ജീവിതം കൊണ്ട് അവർ നമ്മെക്കുറിച്ച് അള്ളാഹു തൃപ്തിപ്പെട്ട രൂപത്തിൽ അവനെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മനസ്സുണ്ടാകണം. അള്ളാഹിന്റെ റസൂലും സഹാബത്തും ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒരു മയ്യത്ത് എടുക്കുന്നത് കണ്ടു. റസൂൽ പറഞ്ഞു, വജബത്ത്, നിർബന്ധമായി. 3 വട്ടം പറഞ്ഞു. മുന്നോട്ട് പോയി. അപ്പോഴൊരു മയ്യത്തിനെ കണ്ടു. അപ്പോഴും അള്ളാഹിന്റെ റസൂല് പറഞ്ഞു, വജബത്ത് വജബത്ത് വജബത്ത്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സംശയം തീർക്കണേല് മുൻപന്തിയിലുണ്ടാകും, മുമ്പ് നിന്നു. റസൂലേ,
അയാളടുത്ത് നിങ്ങൾ പറഞ്ഞു, ഇയാളടുത്ത് നിങ്ങൾ പറഞ്ഞു, എന്തേ വജബത്ത്? ആദ്യത്തെ മയ്യത്തിനെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞു, അയാൾ മരിച്ചപ്പോൾ അയാളെ കുറിച്ച് നല്ലത് അവിടെ അങ്ങനെ പറയണ കേട്ടില്ലേ, അയാൾക്ക് സ്വർഗം നിർബന്ധമായി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ രണ്ടാമത്തതോ, അയാളെക്കുറിച്ച് ഒരു പ്രതീക്ഷയില്ലാത്ത വർത്തമാനല്ലേ ആളുകൾ പറഞ്ഞത്, അതെ, അയാൾക്ക് നരകം നിർബന്ധമായി. സഹോദരങ്ങളെ, നിങ്ങളിൽ ഒരാൾ രോഗിയായാൽ, നാട്ടിൽ മരിച്ചു എന്ന് കേട്ടാൽ ഇവിടെ ആളുകൾ പറയണം, അയാൾ ഇവിടെ ഉണ്ടായിരുന്ന കാലത്തെ ഞങ്ങൾക്കൊരു അത്താണിയായിരുന്നു, ആ റസൂലുള്ളാഹിന്റെ വജബത്ത് അന്ന് സ്വീകരിക്കും. അല്ല പിശുക്കി പിശുക്കി കച്ചവടക്കാരനായി ആർക്കൊരു തലയുമാറി കൊടുക്കാതെ അങ്ങനെയാണ് ആ വജബത്ത് നമ്മുടെ പേരിൽ സാക്ഷിയാവും. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ലെവലിൻ്റെ മരിക്കുമ്പോൾ നാട്ടിലെ സർട്ടിഫിക്കറ്റ് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊന്നെന്തായാലും ഞാനും മുജീബൊന്നും ഇവിടെ വന്നതെന്തിനാലും നിങ്ങളെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയും, ആ ചെങ്ങായി നമ്മളെ ശ്ലേഷന് ഒരു രോഗമല്ലേ, അപ്പോൾ മരിച്ചല്ലേ, നിങ്ങൾ പ്രാർത്ഥിക്കും. നാട്ടിലുണ്ടെങ്കിൽ മയ്യത്ത് തേടി വരും. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ 40 മുവഹിദുകൾ ഒരു മനുഷ്യന് വേണ്ടി നിസ്കരിച്ച് ആത്മാർത്ഥ നിസ്കരിച്ചാൽ സ്വർഗം ദുനിയാവെന്ന് കൊടുക്കുക ഉറപ്പാണ്. അള്ളാഹ് വിജയിച്ചു, ഖദ് അഫ്ലഹ, അവൻ വിജയിച്ചു. 40 ആള് മതി. ആര്? കുടുംബം തറവാട്ടിൽ ഈ 40 ആളില്ല കേട്ടോ, ഉണ്ടോ? ഇല്ല. 5 നേരം നിസ്കരിക്കുന്ന, തഖ്വയുള്ള, ദഅവത്ത് നടത്തുന്ന, പ്രവാചകനെ സ്നേഹിക്കുന്ന, സലഫുകളുടെ മാതൃകയിൽ ജീവിക്കുന്ന 40 ആളുണ്ട് കുടുംബത്തിൽ. എൻ്റെ കുടുംബത്തിൽ എനിക്കില്ല, എനിക്ക് നിങ്ങളാണ്. അത്രേ ഉള്ളൂ. ഇതൊക്കെ അതിനാ മരിച്ചു പോകുമ്പോൾ നമ്മളെ തെറ്റുകളൊക്കെ അള്ളാഹ് ഇവിടെ ഉപേക്ഷിച്ച് അള്ളാഹിൻ്റെ അടുത്തേക്ക് വാ, സ്വർഗമുണ്ടെന്ന് പറയാൻ ഈ കൂട്ടായ്മ നമുക്ക് ഉപകാരപ്രദമാണ്. അല്ലെങ്കിൽ എന്താ അറിയോ, റിയാലും ദീനാറും എണ്ണി വായിൽ തൊട്ടു വെക്കാതെ കുഴഞ്ഞു പോകുന്നൊരു ദിനം വരുമ്പോൾ ആർക്കും വേണ്ടാത്തവനായി ഭാര്യയും മക്കളും ഉപേക്ഷിച്ച് എല്ലാം തളർന്നു പോകുന്ന ഒരു ആയുസ്സായി നമ്മുടെ മാറിക്കൂടാ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ അബദ്ധങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെ ഏറെ സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഫലസ്തീനിൽ പ്രയാസപ്പെടുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ. അവരുടെ പ്രതിസന്ധികൾ അള്ളാഹു പരിഹരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് സ്വസ്ഥതയോടുകൂടി ദീനിയായി ജീവിക്കാൻ പ്രബോധനം ചെയ്യാനുള്ള സാഹചര്യം അള്ളാഹു നമുക്ക് അനുഗ്രഹമായി നൽകി നമ്മെയും അടുത്ത തലമുറയെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നമ്മെ കഠിനമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കൾക്ക് അള്ളാഹു ഹിദായത്ത് നൽകുമാറാവട്ടെ. സന്തോഷമുള്ളൊരു കുടുംബജീവിതം നയിക്കുവാനും സംതൃപ്തിയോട് കൂടി കലിമ ചൊല്ലി മരിക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ദുനിയാവിലുള്ള എല്ലാ കാര്യങ്ങളിലും അള്ളാഹു ഖൈറും ബർക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു മഗ്ഫിർ للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.